യൂണിറ്റ് ഫോർ എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ഇറ്റ്സ് എക്കണോമിക് എഫക്റ്റ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ഇനി പറയുന്നത്. അതായത് എക്സ്ചേഞ്ച് റേറ്റുകളും അതേപോലെ തന്നെ അത് എക്കണോമിക്കിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതായത് ഇന്റർനാഷണൽ ട്രേഡിലെ എക്സ്ചേഞ്ച് റേറ്റും അതിന്റെ എഫക്റ്റും, അതിൽ പ്രധാനമായിട്ടുള്ള 3 എക്സ്ചേഞ്ച് റേറ്റുകൾ ഉണ്ട്. ഒന്ന് എക്സ്ചേഞ്ച് റേറ്റ് റെജീംസും, അതേപോലെ തന്നെ ചേഞ്ചസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റും, ഡിവാലുവേഷൻ വേഴ്സസ് ഡിപ്രീസിയേഷനും ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അതിൽ നോക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ a foreign currency transaction is a transaction that is denominated in on requires settlement in a foreign currency, including transaction arises when an enterprise either. അതായത് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ആണ് അല്ലെ. ഒരു ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഫോറിൻ കറൻസി സെറ്റിൽമെന്റിൽ ആണെന്നുണ്ടെങ്കിൽ അല്ലെ, അത് എന്താണ്, ഒരു ട്രാൻസാക്ഷൻ നിലനിൽക്കുന്നത് ഒരു എന്റർപ്രൈസിന് വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളതിനെ നമുക്ക് ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അതില് എന്തൊക്കെയാണ് ഫോറിൻ കറൻസി ഡോമിനേറ്റ് ചെയ്യുന്നത്? ബൈ ഓർ സെൽ ഗുഡ്സ് ഓർ സർവീസ് ഹൂസ് പ്രൈസ് ഈസ് ഡിനോമിനേറ്റഡ് ഇൻ എ ഫോറിൻ കറൻസി. സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഏത് പ്രൈസിനാണോ ആ പ്രൈസ് ഡിനോമിനേറ്റ് ചെയ്യുന്നത് ഫോറിൻ കറൻസി ആയിരിക്കും. അതേപോലെ തന്നെ ബോറോസ് ആൻഡ് ലെൻഡ് ഫണ്ട്സ് ദ എമൗണ്ട് പേയബിൾ റിസീവബിൾ ഓർ ഡിനോമിനേറ്റഡ് ഇൻ എ ഫോറിൻ കറൻസി. ഇനി ഒരാള് ഒരു ഫണ്ട് കടം മേടിക്കുന്നതും അത് പേയ്മെന്റ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും ഒക്കെ ഫോറിൻ കറൻസിയുടെ രൂപത്തിലായിരിക്കും. ഓക്കെ, ഇനി ബിക്കം എ പാർട്ടി ടു എ അൺപെർഫോംഡ് ഫോറിൻ എക്സ്ചേഞ്ച് കോൺട്രാക്ട്. അതായത് ഒരു പാർട്ടിയില് എന്താ പറയാ, ഒരു അൺപെർഫോംഡ് ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട് എന്ന് പറയുന്നതും കാണാറുണ്ട്. അതർവൈസ് അക്വയേഴ്സ്, ഡിസ്പോസ് ഓഫ് അസറ്റ്, ഇൻകേഴ്സ് ഓർ സെറ്റിൽ ലയബിലിറ്റീസ് ഡിനോമിനേറ്റഡ് ഇൻ എ ഫോറിൻ കറൻസി. ഒരു അസറ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് അക്വയർ ചെയ്യുന്നതോ ഒരു ലയബിലിറ്റി സെറ്റിൽ ചെയ്യുന്നതോ ഒക്കെ എന്താണ്, ഫോറിൻ കറൻസിയുടെ രൂപത്തിലായിരിക്കും. ഓക്കെ, ഇനി എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് റെജീംസ് എന്ന് പറയുന്നത്? അതായത് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിമാൻഡും സപ്ലൈയും കൂടി ചേർന്നാണ്. ബട്ട് ഗവൺമെന്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദോസ് എക്സ്ചേഞ്ച് റേറ്റ് ഇൻ വേരിയസ് വേസ്. എന്നാലും ഗവൺമെന്റിന് എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം എക്സ്ചേഞ്ച് റേറ്റിലെ പല വിധത്തിൽ വേരി ചെയ്യിക്കാൻ ഗവൺമെന്റിന് കഴിയും എന്നാണ് പറയുന്നത്. The extent and nature of government involvement in currency market define alternative system of exchange rate. അതായത് ഓരോ ഗവൺമെന്റിന്റെയും കറൻസി മാർക്കറ്റിന്റെ ഇൻവോൾവും ഗവൺമെന്റിന്റെ സ്വഭാവവും അനുസരിച്ച് എക്സ്ചേഞ്ച് റേറ്റുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സിസ്റ്റം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. We will examine some common systems, explore some of their macroeconomic implications. ഇപ്പോ ഇതിലൊക്കെ തന്നെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കോമൺ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, മാക്രോ എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 3 ബ്രോഡ് കാറ്റഗറീസ് ആയിട്ട് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ സിസ്റ്റത്തിലെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് പ്യുവർലി ചെയ്യുന്നത് പ്രൈവറ്റ് മാർക്കറ്റുകളാണ്. അതായത് നോ ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ്. ഓക്കെ, അതായത് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് പ്രൈവറ്റ് മാർക്കറ്റ് ഫോഴ്സുകളാണ്. അതായത് പ്യുവർലി അത് കൈകാര്യം ചെയ്യുന്നത് പ്രൈവറ്റ് മാർക്കറ്റ് ഫോഴ്സുകളാണ്. അവിടെ ഗവൺമെന്റിന്റെ ഇൻവോൾവ് ഒരിക്കലും ഉണ്ടാവില്ല. വാല്യൂ ചേഞ്ച് കോൺസ്റ്റന്റ്ലി, ഡിമാൻഡ് ആൻഡ് സപ്ലൈ കറൻസീസ് ഫ്ലക്ച്വേഴ്സ്. അതായത് വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നു, അതേപോലെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് കറൻസി എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് കറൻസി ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ വാല്യൂസ് ചേഞ്ച് എങ്ങനെയാണ്, കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്.
ഇനി മറ്റൊരു സിസ്റ്റം എന്ന് പറയുമ്പോൾ കറൻസി വാല്യൂസ് ആർ അലൗഡ് ടു ചേഞ്ച് ബട്ട് ഗവൺമെന്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ കറൻസി മാർക്കറ്റ് ഇൻ ആൻ എഫേർട്ട് ടു ഇൻഫ്ലുവൻസ് ദോസ് വാല്യൂസ്. രണ്ടാമത്തേൽ പറയുന്നത് കറൻസി വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യാൻ അലോ ടു ചേഞ്ച്. പക്ഷേ കറൻസി വാല്യൂ ചേഞ്ച് ചെയ്യാൻ നമ്മൾ അലോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗവൺമെന്റിന്റെ പാർട്ടിസിപ്പേറ്റ് എന്ന് പറയുന്നത്, കറൻസി മാർക്കറ്റില് ഗവൺമെന്റിന്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്, ചില കാര്യങ്ങളിൽ ചില വാല്യൂസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഗവൺമെന്റ് മേ സീക്ക് ടു ഫിക്സ് ദ വാല്യൂസ് ഓഫ് ദെയർ കറൻസി. മൂന്നാമത്തെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റ് ഒരു കറൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, അതായത് മാർക്കറ്റിലെ പാർട്ടിസിപ്പേഷനും റെഗുലേറ്ററി പോളിസിയുടെ ഒക്കെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ഒരു ഫിക്സഡ് വാല്യൂ കറൻസിക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് 3 തരത്തിലുള്ള കാറ്റഗറൈസ് എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്നത്. ഒരു എക്സ്ചേഞ്ച് റേറ്റ് റെജീം എന്ന് പറയുമ്പോൾ ഇസ് ദ സിസ്റ്റം ബൈ വിച്ച് എ കൺട്രി മാനേജ് ഇറ്റ്സ് കറൻസി വിത്ത് റെസ്പെക്ട് ടു ഫോറിൻ കറൻസി. എക്സ്ചേഞ്ച് റേറ്റ് റെജീം എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഒരു കൺട്രി മറ്റൊരു രാജ്യത്തെ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിന്റെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് കറൻസി മാനേജ് ചെയ്യുന്ന, നമ്മുടെ കറൻസി മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് എക്സ്ചേഞ്ച് റേറ്റ് റെജീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ മെത്തേഡ് ബൈ വിച്ച് വാല്യൂ ഓഫ് ദ ഡൊമസ്റ്റിക് കറൻസി. അതായത് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഫോറിൻ കറൻസി ഈസ് ഡിറ്റർമിൻഡ് ഇൻ ടേംസ് ഓഫ് ഡൊമസ്റ്റിക് കറൻസി. ഫോറിൻ കറൻസി ഡിറ്റർമിൻ ചെയ്യുന്നത് ഡൊമസ്റ്റിക് കറൻസിയുടെ ടേംസിലാണ്. ഓക്കെ, അപ്പൊ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് റെജീം എന്നും പറയാവുന്നതാണ്. 2 തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് റെജീംസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത്. ഒന്ന്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റെജീം ഈസ് ആൾസോ കാൾഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. അതേപോലെ തന്നെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്ന അങ്ങനെ 2 തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും കാണുന്നത്. ഫ്രീ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച്. അതായത് ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലേക്ക് ഗവൺമെന്റോ സെൻട്രൽ ബാങ്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഓൺ ദി വൺ ഹാൻഡ്, അതായത് ഒരു ഭാഗത്ത് സെൻട്രൽ ബാങ്കും ഗവൺമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പും മാർക്കറ്റ് ഓൺ ദി അതർ is much the same as the typical relationship between this institution and the stock market. അതായത് മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനും സ്റ്റോക്ക് മാർക്കറ്റും തമ്മിലുള്ള ഒരു ടിപ്പിക്കൽ റിലേഷൻഷിപ്പും, ഓക്കെ, ഒരു വശത്ത് ഗവൺമെന്റും സെൻട്രൽ ബാങ്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. മറ്റൊരു ഭാഗത്ത് കറൻസി മാർക്കറ്റിൽ ഒരു ടിപ്പിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻസ്റ്റിറ്റ്യൂഷനും സ്റ്റോക്ക് മാർക്കറ്റും ആണ് നിലനിൽക്കുന്നത്. Government may regulate stock market to prevent fraud, but stock value themselves are left to float in the market. അതായത് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോക്ക് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിനെ ഗവൺമെന്റ് മേ റെഗുലേറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ടു പ്രിവെന്റ് ഫ്രോഡ്. അതായത് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോക്ക് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ ടു പ്രിവെന്റ് ഫ്രോഡ്. ഓക്കെ, ഫ്രോഡ് എന്താണ്, ഫ്രോഡുകളെ പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റിന് സാധിക്കും. പക്ഷേ സ്റ്റോക്ക് വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ലെഫ്റ്റ് ടു ദ ഫ്ലോട്ട് ഇൻ ദി മാർക്കറ്റ്. എന്നാൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫ്ലോട്ട് മാർക്കറ്റിലേക്ക് ലെഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. A free floating system has the advantage being self-regulating. ഫ്രീ ഫ്ലോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബീയിങ് സെൽഫ് റെഗുലേറ്റിംഗ് ആണ്. ഓക്കെ, സെൽഫ് റെഗുലേറ്റിംഗ്. ദർ ഇസ് നോ നീഡ് ഫോർ ഗവൺമെന്റ് ഇന്റർവെൻഷൻ. ഓക്കെ, അവിടെ എന്താണ്, ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ആവശ്യമില്ല. If the exchange rate is left to the market,
Market forces are also restrain large swings in demand or supply. അതായത് ഇവിടെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ആവശ്യമില്ല ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ എന്നാണ് പറയുന്നത്. മാർക്കറ്റ് ഫോഴ്സുകളാണ് എന്ത് ചെയ്യുന്നത്, അതായത് ഡിമാൻഡും സപ്ലൈയുമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എല്ലാം തീരുമാനിക്കുന്നത്. അതായത് ഇപ്പൊ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു ഡ്രാമാറ്റിക് ഷിഫ്റ്റ് ഇൻ വേൾഡ് preference led to sharply increased demand for goods service produced in Canada. ഇപ്പോ ഒരു വേൾഡ് പ്രിഫറൻസില് ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഷിഫ്റ്റ് നടക്കുകയാണ്. അതായത് ഒരു ഡിമാൻഡ് ഫോർ ഗുഡ്സ് എന്ന് പറയുന്നത് ഷാർപ്ലി ഇൻക്രീസ് ചെയ്തപ്പോ അതായത് കാനഡയിലാണ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ കാനഡ, സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാനഡയിലും അതിന്റെ ഭാഗമായിട്ട് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഇൻക്രീസ് ചെയ്തു ഷാർപ്ലി. ദിസ് വുഡ് ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ കനേഡിയൻ ഡോളേഴ്സ്. ഇപ്പോ കാനഡയില് സർവീസ് പ്രൊഡ്യൂസ്ഡ് അതേപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്തതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഷാർപ്ലി ഇൻക്രീസ് ചെയ്തപ്പോ കനേഡിയൻ ഡോളേഴ്സിന്റെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, റൈസ് കാനഡാസ് എക്സ്ചേഞ്ച് റേറ്റ് കാനഡയിലെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് വർദ്ധിച്ചു. മേക്ക് കനേഡിയൻ ഗുഡ്സ് ആൻഡ് സർവീസ് മോർ എക്സ്പെൻസീവ് ഫോർ ഫോറിനേഴ്സ് ടു ബൈ. അപ്പൊ കനേഡിയൻ ഗുഡ്സ് ആൻഡ് സർവീസിന് വളരെയധികം വില കൂടി ഫോറിനേഴ്സിന് വാങ്ങാനായിട്ട് നോക്കുമ്പോൾ. സം ഓഫ് ദ ഇമ്പാക്ട് ഓഫ് ദ സ്വിംഗ് ഇൻ ഫോറിൻ ഡിമാൻഡ് ദസ് ഹി അബ്സോർബ്ഡ് ഇൻ എ റൈസിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഈ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഫോറിൻ ഡിമാൻഡിനെ എന്ത് ചെയ്തു, ആടിയുലയാണ്. കാരണം അബ്സോർബ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് വർദ്ധിപ്പിക്കുന്നതിന് എന്ത് ചെയ്തു, ഇത് കാരണമായി. ഇൻഎഫക്റ്റീവ് ഫ്രീ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പൊ നമുക്കറിയാലോ ഫ്രീ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആയതുകൊണ്ട് തന്നെ എക്കണോമിയിൽ അത് ഇന്റർനാഷണൽ ഇവന്റിനെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് പറയണത്. പ്രൈമർലി ഡിഫിക്കൽട്ടി വിത്ത് ഫ്രീ ഫ്ലോട്ടിംഗ് സിസ്റ്റം. ഈ ഒരു ഫ്രീ ഫ്ലോട്ടിംഗ് സിസ്റ്റം എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡിഫിക്കൽട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺപ്രഡിക്റ്റബിലിറ്റി ആണ്. കാരണം നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താവും എന്നുള്ളത്. Contract between buyers and sellers in different countries must not only reckon with possible changes in prices and other factors during live and those contract, they must also consider the possibility of exchange rate changes. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോരായ്മ തന്നെ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളി ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ബയേഴ്സും സെല്ലേഴ്സും ഡിഫറെന്റ് കൺട്രീസ് ആണ്. ഡിഫറെന്റ് കൺട്രീസിലുള്ള ബയേഴ്സും സെല്ലേഴ്സും അവിടെ എങ്ങനെയാണ് അവരുടെ പ്രൈസ് പോസിബിൾ ചലഞ്ച് കൊണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഇപ്പോ ഈ ഒരു ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി അൺപ്രഡിക്റ്റബിലിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന അതിന്റെ പോസിബിലിറ്റിയും അതേപോലെ തന്നെ അതിന്റെ കോൺട്രാക്ട്സും ഒക്കെ എന്താണ് പ്രൈസിനെയും മറ്റു ഫാക്ടേഴ്സിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സ്ചേഞ്ച് റേറ്റ് പെട്ടെന്ന് മാറുമോ ഇല്ലയോ എന്ന് നമുക്കൊന്നും പറയാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് നമ്മൾ അൺപ്രഡിക്റ്റബിലിറ്റി ആണ് എന്ന് പറയാനുള്ള കാരണം. An agreement by an Indian distributor to purchase a certain quantity of US good each year, for example, will be affected by the possibility that exchange rate between Indian rupee and the US dollar will change while the contract is in effect. അതായത് ഇപ്പോ ഒരു എഗ്രിമെന്റ് എന്താണ് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ടർ എന്താണ് എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ് ഒരു ഇത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ടർ ഒരു എഗ്രിമെന്റിന്റെ ഇതില് ഒരു US ഗുഡ്സുകള് സർട്ടൻ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇയറും ഓരോ ഈച്ച് ഇയറിലും US ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു US ഗുഡ് പർച്ചേസ് ചെയ്യുക, ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ടർ US ഗുഡ്സ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുമ്പോ അത് നമ്മുടെ എന്താ പറയാ എക്സ്ചേഞ്ച് റേറ്റിന്റെ പോസിബിലിറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, അഫക്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇന്ത്യൻ റുപ്പിയും ബിറ്റ്വീൻ ദ ഇന്ത്യൻ റുപ്പി ആൻഡ് ദ US ഡോളർ വിൽ ബി ചേഞ്ച്. ഇന്ത്യൻ റുപ്പിയും US ഡോളറും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും, അവിടെ ഈ കോൺട്രാക്ടിന്റെ ബേസിൽ അത് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് പറയണത്.
ഫ്ലക്ച്വേറ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ് മേക്ക് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ്. ഫ്ലക്ച്വേറ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റുകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിൽ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് വളരെ റിസ്കി ആയിട്ട് വരുമ്പോഴാണ്. അപ്പൊ റിസ്കിയർ ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് മറ്റ് അതർ കൺട്രീസിന്റെ കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, വളരെ റിസ്കി ആയിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. ദെൻ അടുത്തത് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് സിസ്റ്റം ആണ്. മാനേജ്ഡ് ഫ്ലോട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഓഫൺ സീക്ക് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദെയർ എക്സ്ചേഞ്ച് റേറ്റ് ബൈ ബൈയിങ് ഓർ സെല്ലിംഗ് ദെയർ ഓൺ കറൻസീസ്. ഇവിടെ ഗവൺമെന്റും അതേപോലെ തന്നെ സെൻട്രൽ ബാങ്കും എന്താണ്, ഓഫൺ സീക്സ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദെയർ എക്സ്ചേഞ്ച് റേറ്റ്. ഇപ്പോ സെൻട്രൽ ബാങ്കും ഗവൺമെന്റും എന്താണ് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റുകൾ, അതായത് നമ്മുടെ കറൻസികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിലൂടെ എക്സ്ചേഞ്ച് റേറ്റുകൾ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുന്നത് ഗവൺമെന്റിന്റെയും സെൻട്രൽ ബാങ്കിന്റെയും ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് സ്റ്റിൽ ഫ്രീ ടു ഫ്ലോട്ട് ആണ്. ബട്ട് ഗവൺമെന്റ് ടു ട്രൈ ടു ഇൻഫ്ലുവൻസ് ദർ വാല്യൂ. പക്ഷെ ഇവിടെ ഗവൺമെന്റിന് അതിന്റെ വാല്യൂസിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്താണ് കഴിയുന്നുള്ളതാണ്. ഗവൺമെന്റിനും സെൻട്രൽ ബാങ്കിന്റെയും പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് സിസ്റ്റം എന്നാണ് പറയുക. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന്റെയും പാർട്ടിസിപ്പേഷൻ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് സിസ്റ്റത്തിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് സിസ്റ്റം എന്നാണ് പറയുക. എന്നാൽ ഇത് രണ്ടും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിലോ, ഗവൺമെന്റിന്റെയും സെൻട്രൽ ബാങ്കിന്റെയും പാർട്ടിസിപ്പേഷൻ ഇല്ല എങ്കിൽ അത് ഫ്രീ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ് എന്നുള്ളതും ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ മാനേജ്ഡ് ഫ്ലോട്ട് എന്ന് പറഞ്ഞു. ഇനി കൺട്രീസ് that have a floating exchange rate system intervene from time to time in the currency market in the effort on rise or lower price in their own currency. അതായത് നമ്മളുടെ ഓൺ കറൻസിയുടെ പ്രൈസ് ലോവർ ആവുകയോ അല്ലെങ്കിൽ റേസ് ആവുകയോ ചെയ്യുന്നത് കറൻസി മാർക്കറ്റിലെ ടൈം ടു ടൈമിന്റെ ഇന്റർവെൻഷൻ, അതായത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഇന്റർവെൻ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള മാറ്റം ഉണ്ടാവുന്നത്. Typically, the purpose of such intervention is to prevent sudden large swings. അതായത് ഈ ഒരു എന്താ പറയാ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, സഡൻ ലാർജ് സ്വിങ്സ് ആണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇൻ ദ വാല്യൂ ഓഫ് എ നേഷൻസ് കറൻസി, നമ്മുടെ നേഷനിലെ കറൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് വലിയ തോതിൽ പെട്ടെന്ന് വലിയ തോതിൽ എന്ത് ചെയ്യും, മാറ്റം സംഭവിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റിൽ ഗവൺമെന്റ് ഓർ സെൻട്രൽ ബാങ്ക് ക്യാൻ സംടൈം ഇൻഫ്ലുവൻസ് ദയർ എക്സ്ചേഞ്ച് റേറ്റ്സ്. അതായത് ഈ ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് അല്ലെ, അതായത് സ്റ്റിൽ ഗവൺമെന്റ് ഓർ സെൻട്രൽ ബാങ്ക് ക്യാൻ സംടൈംസ് ഇൻഫ്ലുവൻസ് ദയർ എക്സ്ചേഞ്ച് റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ചില സമയത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരൊക്കെ ആയിരിക്കും, ചിലപ്പോ ഗവൺമെന്റ് ആയിരിക്കും, ചിലപ്പോ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. സപ്പോസ് ദ പ്രൈസ് ഓഫ് കൺട്രി കറൻസി റൈസിങ് വെരി റാപ്പിഡ്ലി. അതായത് പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പ്രൈസ് എന്ന് എന്താണ്, പ്രൈസ് ഓഫ് ദ കൺട്രി കറൻസിയുടെ പ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് പെട്ടെന്ന് റാപ്പിഡ്ലി റൈസ് ചെയ്യാന്ന് വെച്ചോളൂ. അപ്പൊ എന്ത് ചെയ്യും, the country's government or central bank seek to hold off further increases in order to prevent major reduction in the net export. അപ്പൊ അവിടെ രാജ്യത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താ, ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് അവിടെ എന്ത് ചെയ്യും, കയറി ഇടപെടും അല്ലെ. അതായത് എന്ത് ചെയ്യും, ഹോൾഡ് ഓഫ് ഫർദർ, അതായത് എന്താണ്, ഇനിയും വർദ്ധിക്കുക എന്ന് പറയുന്ന അല്ലെ, ഫർദർ ഇൻക്രീസ് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നെറ്റ് എക്സ്പോർട്ടിനെ എന്ത് ചെയ്യും, കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഓക്കെ, നെറ്റ് എക്സ്പോർട്ടിനെ കുറയ്ക്കുമ്പോ എന്താണ്, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്, സെൻട്രൽ ബാങ്കിന് ആ ഒരു രാജ്യത്തിന്റെ കറൻസി പ്രൈസിൽ വലിയ വർധനവ് ഉണ്ടാക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും. An announcement that a further increase in its exchange rate is unacceptable.
അതായത് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അൺഅക്സെപ്റ്റബിൾ ആണ് അല്ലെ? അതേപോലെ തന്നെ ഫോളോഡ് ബൈ സെയിൽസ് ഓഫ് ദാറ്റ് കൺട്രീസ് കറൻസി ബൈ ദ സെൻട്രൽ ബാങ്ക് ഇൻ ഓർഡർ ടു ബ്രിങ് ഇറ്റ്സ് എക്സ്ചേഞ്ച് റേറ്റ് ഡൗൺ. അവിടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൺവിൻസ് അതർ പാർട്ടിസിപ്പൻസ് ഇൻ ദ കറൻസി മാർക്കറ്റ്, കറൻസി മാർക്കറ്റിലെ മറ്റ് പാർട്ടിസിപ്പൻസിനെ കൺവിൻസ് ചെയ്യാനും എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് കൂടാതെ നോക്കാനും അവർക്ക് സാധിക്കുന്നു. The exchange in expectation could reduce demand for and increase in the supply of currency. ഇപ്പൊ ഈ എക്സ്പെക്ടേഷൻസിൽ ചേഞ്ച് ഉണ്ടാവുമ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുകയും സപ്ലൈ എന്ന് പറയുന്നത് വർദ്ധിക്കുകയും സപ്ലൈ ഓഫ് കറൻസി എന്ന് പറയുന്നത് വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറയാനും തുടങ്ങും. ഓക്കെ, അങ്ങനെയാണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ്. എന്നാൽ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? In a fixed exchange rate system, the exchange rate between two countries is set by government policy. ഗവൺമെന്റ് പോളിസിയാണ് രണ്ട് കറൻസികൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതിനെയാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള മെക്കാനിസംസിലൂടെയാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു റേറ്റ് ഈ ഒരു സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിക്സഡ് എക്സ്ചേഞ്ച് സിസ്റ്റത്തിന് ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഇതിന്റെ ഫിക്സഡ് റേറ്റ് റെജീമിന്റെ റീജിയമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാരണം ഇതൊരു ഓപ്പൺ എക്കോണമി ആണ് എന്നുള്ളത് ഓർത്തു വെക്കണം. ക്ലോസ്ഡിൽ ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റും മറ്റൊരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ദെൻ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് അവോയ്ഡ് കറൻസി ഫ്ലക്ച്വേഷൻ ആൻഡ് എലിമിനേറ്റ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടാവുമ്പോഴത്തെ പ്രത്യേകത എന്താ? കറൻസി ഫ്ലക്ച്വേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനും എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന റിസ്കുകൾ എലിമിനേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ക്യാൻ ഇംപെഡ് ഇന്റർനാഷണൽ ഫ്ലോ ഓഫ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ദെൻ ഇന്റർനാഷണൽ ട്രേഡും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ലെസ് റിസ്കി ആയിട്ടാണ് കാണുന്നത്. കാരണം ഫിക്സഡ് റേറ്റ് റെജീം പ്രോഫിറ്റ് ആർ നോട്ട് അഫക്റ്റഡ് ബൈ ദ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ്. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് എ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ക്യാൻ ദസ് ഗ്രേറ്റ്ലി എൻഹാൻസ് ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ എ റിഡക്ഷൻ ഇൻ സ്പെക്കുലേഷൻ ഓൺ എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ് ഇഫ് എവ്രി വൺ ബിലീവ് ദാറ്റ് എക്സ്ചേഞ്ച് റേറ്റ് വിൽ നോട്ട് ചേഞ്ച്. അതായത് എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റിൽ നമ്മൾ സ്പെക്കുലേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് റിഡക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എന്താണ് ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, a fixed exchange rate system imposes discipline on country's monetary authority and therefore is more likely to generate lower levels of inflation. ഇപ്പോ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഇമ്പോസ് ചെയ്യുന്നത് എന്താണ്? ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇമ്പോസ് ചെയ്യുന്നത് ഒരു രാജ്യത്തിന്റെ മോണിറ്ററി അതോറിറ്റിയുടെ ഡിസിപ്ലിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ലോവർ ലെവൽ ഓഫ് ഇൻഫ്ലേഷനെ ജനറേറ്റ് ചെയ്യാനും ഇത് കാണിക്കുമെന്നാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് പറ്റുന്ന മോർ ലൈക്ലി ടു ജനറേറ്റ് ലോവർ ലെവൽസ് ഓഫ് ഇൻഫ്ലേഷനെ കുറച്ച് കൊണ്ടുവരാനൊക്കെ എന്ത് ചെയ്യും? സാധിക്കുമെന്നാണ് പറയുന്നത്. അഞ്ചാമതായിട്ട് പറയുന്നത് ഗവൺമെന്റ് ക്യാൻ എൻകറേജ് ഗ്രേറ്റർ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റെബിലിറ്റി എൻകറേജ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റിനെ എൻകറേജ് ചെയ്യാനും അതേപോലെ തന്നെ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ എൻകറേജ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യും? ഇത് ഗവൺമെന്റിന് ഈ ഒരു സാധിക്കും എന്നാണ് പറയുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് പെഗ് ക്യാൻ ആൾസോ എൻഹാൻസ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ കൺട്രീസ് മോണിറ്ററി പോളിസി. നമ്മുടെ രാജ്യത്തിന്റെ ക്രെഡിബിലിറ്റി മോണിറ്ററി പോളിസി എൻഹാൻസ് ചെയ്യാനും എക്സ്ചേഞ്ച് റേറ്റ് പെഗ് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് പറയാണ്. ഫിക്സഡ് അല്ലെങ്കിൽ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റെജീംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെൻട്രൽ ബാങ്ക് ഈസ് റിക്വയർഡ് ടു സ്റ്റാൻഡ് സ്റ്റഡി ദ ഇന്റർവെൻസ് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ നമ്മളെപ്പോഴും റിക്വയർ ചെയ്യുന്നത് സ്റ്റഡി ആയിട്ട് നിലനിൽക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. ആൾസോ അത് എന്ത് ചെയ്യണം? നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ എന്ത് ചെയ്യണം? ഒരു സർട്ടൻ അഡീക്വേറ്റ് ആയിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബേസിക്കലി
ഫ്രീ ഫ്ലോട്ടിംഗ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റെജീം എന്ന് പറയുന്നത് എഫിഷ്യന്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹൈലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ അത് ഫ്രീ ടു ഫ്ലക്ച്വേറ്റ് ആണ്. എന്താണ് ഫോറിൻ മാർക്കറ്റിലെ സപ്ലൈ ഓഫ് ഡിമാൻഡും സപ്ലൈയും ഒക്കെ എന്താണ് അതിനെ റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ ഇംബാലൻസസ് എന്ന് പറയുന്നത് മോണിറ്ററി അതോറിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ പലതരത്തിലുള്ള അഡ്വാൻറ്റേജുകൾ ഉണ്ട്. കാരണം ഒരു ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ബാങ്കും ഗവൺമെന്റും അവിടെ എന്താണ് ഇറ്റ്സ് ഓൺ ഇൻഡിപെൻഡന്റ് മോണിറ്ററി പോളിസി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേജീം എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ടു ബി യൂസ്ഡ് ആസ് എ പോളിസി ടൂൾ, ഒരു പോളിസി ടൂൾ ആയിട്ടാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റെജീം എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോളിസി മേക്കേഴ്സിന് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, നോമിനൽ എക്സ്ചേഞ്ച് റേറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡബിൾ ഗുഡ് സെക്ടറിന്റെ കോമ്പറ്റേറ്റേഴ്സിനെ വളരെയധികം ഇൻഫ്ലുവൻസും ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് ദർ ഇസ് നോ ഒബ്ലിഗേഷൻ ഓർ നെസസിറ്റി ടു ഇന്റർവെൻ ദി കറൻസി മാർക്കറ്റ്. കറൻസി മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു വലിയൊരു ഹ്യൂജ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ എന്ത് ചെയ്യുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ പറയുന്നത്. ദെൻ അടുത്തത് പറയുന്നത് നോമിനൽ വേഴ്സസ് റിയൽ എക്സ്ചേഞ്ച് റേറ്റുകളാണ്. നോമിനൽ വേഴ്സസ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഇപ്പോ നമ്മൾ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് റേറ്റ് അറ്റ് വിച്ച് എ പേഴ്സൺ ക്യാൻ ട്രേഡ് ദ കറൻസി ഓഫ് വൺ കൺട്രി ഫോർ ദ കറൻസി ഓഫ് അനദർ കൺട്രി അല്ലെ. ഒരു മറ്റ് രാജ്യങ്ങളുടെ കറൻസിയും നമ്മുടെ രാജ്യത്തെ കറൻസിയും തമ്മിൽ ഒരു വ്യക്തി അല്ലെ എന്ത് ചെയ്യാണ്, ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ഇപ്പൊ ഏതൊരു കൺട്രി ആണെന്നുണ്ടെങ്കിലും ദർ ആർ മെനി നോമിനൽ എക്സ്ചേഞ്ച് റേറ്റുകൾ ഉണ്ട് അല്ലെ. അതായത് പല രാജ്യങ്ങളും പല എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ പല കറൻസികൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡ് നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇറ്റ്സ് കറൻസി ക്യാൻ ബി യൂസ്ഡ് ടു പർച്ചേസ് മെനി ഫോറിൻ കറൻസീസ്. ഒരു കറൻസി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ഫോറിൻ കറൻസികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ കാരണം. ഓക്കെ, ഇപ്പോ എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ചുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എക്കണോമിസ്റ്റുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റുകൾ, ആവറേജ് എക്സ്ചേഞ്ച് റേറ്റുകൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ പല എക്സ്ചേഞ്ച് റേറ്റുകളിലും ഒരു സിംഗിൾ മെഷർ എന്താണ്, ഒരു ഇന്റർനാഷണൽ വാല്യൂ ഓഫ് കറൻസിയുടെ ഒരു സിംഗിൾ മെഷർ ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഫോറിൻ ഗുഡിന്റെ ഡൊമസ്റ്റിക് പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതായത് ട്രേഡ് ഫ്ലോസ് ആർ അഫക്റ്റഡ് നോട്ട് ബൈ ദ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ഇവിടെ ട്രേഡ് ഫ്ലോ എന്ന് പറയുന്നത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, പക്ഷെ അത് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റുകളല്ല. എന്നാൽ റിയൽ എക്സ്ചേഞ്ച് റേറ്റിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഫേം മറ്റൊരു കറൻസി വാങ്ങിക്കുന്നു എന്ന് പറയുന്നത് എന്താ, താല്പര്യം കൊണ്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, വാങ്ങിക്കുന്നത് അല്ലെ. അപ്പൊ the real exchange rate is the rate at which a person can trade the goods and services in one country for the goods and services of another. അതായത് ഈ റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു വ്യക്തി ഒരു എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ത് ചെയ്യണം, ഒരു രാജ്യത്തിന്റെ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ത് ചെയ്യുന്നു, മറ്റൊരു രാജ്യത്തിന്റെ ഗുഡ്സ് ആൻഡ് സർവീസുമായിട്ട് എന്ത് ചെയ്യണം, ട്രേഡ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന റേറ്റ് ആണ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മെനി ഓഫ് എ ഗുഡ് ഓർ സർവീസ് ഇൻ വൺ കൺട്രി ക്യാൻ ബി ട്രേഡഡ് ഇൻ വൺ. അതായത് എത്ര ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഫോറിൻ കൺട്രിയിലേക്ക്
ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഒരു രാജ്യത്തിന്റെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നെറ്റ് എക്സ്പോർട്ട് ഗുഡ്സ് ആൻഡ് സർവീസിനെ ഡിറ്റർമിൻ ചെയ്യുന്നു. അതായത് നെറ്റ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ ആണ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കാൽക്കുലേറ്റിംഗ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ഇൻ ദി കേസ് ഓഫ് ട്രേഡ് ഇൻ എ സിംഗിൾ ഗുഡ്. സിംഗിൾ ഗുഡിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇതൊരു എക്സ്ചേഞ്ച് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വി മസ്റ്റ് ഫസ്റ്റ് യൂസ് ദ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്. നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് എന്താണ്? നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. പിന്നെ അത് എന്ത് ചെയ്യുന്നു? കോമൺ കറൻസിയിലേക്ക്, അതിന്റെ പ്രൈസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് കറൻസീസ് അല്ലെ, എന്താണ്, രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ന് പറയാം. അതായത് റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ഈക്വൽ ടു എന്താണ്? ഡൊമസ്റ്റിക് എക്സ്ചേഞ്ച് റേറ്റ് ഇൻറ്റു ഡൊമസ്റ്റിക് പ്രൈസ് ഡിവൈഡഡ് ബൈ ഫോറിൻ പ്രൈസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ഈക്വൽ ടു നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് ഇൻറ്റു ഡൊമസ്റ്റിക് പ്രൈസ് ഡിവൈഡഡ് ബൈ ഫോറിൻ പ്രൈസ്. ഇനി റിയൽ എക്സ്ചേഞ്ച് റേറ്റിനെ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് ഇൻറ്റു ഡൊമസ്റ്റിക് പ്രൈസ് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഫോറിൻ പ്രൈസ് ഇൻഡെക്സ് എന്നും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? വിളിക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റില് ഇപ്പൊ ഫോറക്സ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് മെയിൻലി ആരൊക്കെയാണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്, അതേപോലെ തന്നെ എക്സ്പോർട്ടേഴ്സ്, ഇമ്പോർട്ടേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഷുറൻസ്, റിട്ടയർമെന്റ് ഫണ്ട്സ്, ഹെഡ്ജേഴ്സ്, പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ്, ഇവരെല്ലാവരുമാണ് ഫോറക്സ് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്കിൽ എന്താണ്? ആൾസോ പെർഫോം ട്രേഡിംഗ് ഓപ്പറേഷൻസ് ഇൻ ദെയർ ഓൺ ഇൻട്രസ്റ്റ്. കൊമേഴ്ഷ്യൽ ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രേഡിംഗ് ഓപ്പറേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടേതായിട്ടുള്ള എക്സ്പെൻസും നടക്കുന്നുണ്ട് അല്ലെ. ഡെയിലി ടേൺ ഓവർ ഓൺ ദ ലാർജ് ബാങ്ക് ഓഫൺ എക്സീഡ് സെവറൽ ബില്യൺ ഓഫ് US. ഇപ്പോ ഡെയിലി ടേൺ ഓവർ വളരെ വലിയ അല്ലെങ്കിൽ വളരെ വലുതായിട്ട് കൂടിയിട്ടുള്ള ബാങ്കുകൾ, അതായത് US എന്താ പറയാ, സെവറൽ ബില്യൺ ഓഫ് US ഡോളേഴ്സിനേക്കാൾ കൂടുതൽ എന്താ പറയാ വലിയ വലിയ ബാങ്കുകൾ ഡെയിലി ടേൺ ഓവർ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് മേക്ക് മെനി മെയിൻ പ്രോഫിറ്റ് ബൈ സ്പെക്കുലേറ്റീവ് ഓപ്പറേഷൻ വിത്ത് കറൻസി. സ്പെക്കുലേറ്റീവ് ഓപ്പറേഷൻ വിത്ത് കറൻസിയിലൂടെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ദെൻ അടുത്തത് ബ്രോക്കറേജ് ഹൗസ്. Brokerage houses are also playing an important role of contractors between large number of bank, fund, commission houses, dealing centers. അതായത് ബ്രോക്കറേജ് ഹൗസസ് എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്. കാരണം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള കോൺട്രാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വലിയ ഇപ്പൊ ലാർജ് നമ്പർ ഓഫ് ബാങ്കുകളും ഫണ്ടുകള്, അതേപോലെ തന്നെ കമ്മീഷൻ ഹൗസുകള്, ഡീലിംഗ് സെന്റേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു ബ്രോക്കറേജ് ആൻഡ് ബ്രോക്കറേജ് ഹൗസസ് ഡു നോട്ട് ഓൺലി എക്സിക്യൂട്ട് കറൻസി എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് അറ്റ് പ്രൈസ് സെറ്റ് ബൈ ദ ആക്റ്റീവ് പ്ലേയേഴ്സ്. അതായത് ഇവിടെ കൊമേഴ്ഷ്യൽ ബാങ്കിനും ബ്രോക്കറേജ് ഹൗസിനും ഒരിക്കലും ഒറ്റയ്ക്ക് കറൻസി എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവിടെ പ്രൈസ് സെറ്റ് ചെയ്യുന്നത് ആക്റ്റീവ് പ്ലേയേഴ്സ് ആണ്. ഓക്കെ, എന്നാൽ കം ഔട്ട് വിത്ത് അതർ ഓൺ പ്രൈസ് ആസ് വെൽ ആസ് ആക്റ്റീവ്ലി ഇൻഫ്ലുവൻസിങ് പ്രൈസ് ഫോർമേഷൻ പ്രോസസ് ആൻഡ് മാർക്കറ്റ് ലൈഫ്. നമ്മുടെ മാർക്കറ്റ് ലൈഫിൽ ഫോർമേഷൻ പ്രോസസ്സിന്റെ പ്രൈസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആക്റ്റീവ്ലി ഇൻഫ്ലുവൻസും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ മാർക്കറ്റ് മേക്കേഴ്സ് എന്നും നമുക്ക് വിളിക്കാവുന്നതാണ്. In contrast to above, passive players cannot set their own quotations. ഇപ്പോ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു പാസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പ്ലെയർ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. അവരാണ് അവിടുത്തെ പ്രൈസും സെറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ കറൻസി എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാം എന്ത്? പാസീവ് പ്ലെയേഴ്സ് ഒരിക്കലും അവരുടെ കൊട്ടേഷൻസ്, മാർക്കറ്റ് ട്രേഡിൽ ഉണ്ടാകുന്ന കൊട്ടേഷൻസ് ഒരിക്കലും അവർ സ്വന്തമായിട്ട് സെറ്റ് ചെയ്യില്ല. ഓക്കെ, ആക്റ്റീവ് മാർക്കറ്റ് പ്ലേയേഴ്സ് ആണ് അത് എന്ത് ചെയ്യുന്നത്? കൊട്ടേഷൻസ്, മാർക്കറ്റ് ട്രേഡുകളെല്ലാം ചെയ്യുന്നത്. പാസീവ് മാർക്കറ്റ് പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ നോർമലി എങ്ങനെയാണ്? അവർക്ക് കുറച്ച് എയിംസ് ഉണ്ടായിരിക്കും. അതായത്
എക്സ്പോർട്ട് ഇമ്പോർട്ട് കോൺട്രാക്റ്റുകളുടെ പേയ്മെന്റ്, ഫോറിൻ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ്, ഓപ്പണിംഗ് ബ്രാഞ്ചസ് ഓഫ് എബ്രോഡ്, ക്രിയേഷൻ ഓഫ് ജോയിന്റ് വെഞ്ചർ, ടൂറിസം, സ്പെക്കുലേഷൻ ഓൺ റേറ്റ്, ഡിഫറൻസസ്, ഹെഡ്ജിങ്, കറൻസി റിസ്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ രണ്ട് പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്. Current transaction which is carried out in spot market and exchange involve immediate delivery. അതായത് ഇവിടെ കറണ്ട് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് സ്പോട്ട് മാർക്കറ്റിന്റെ ഭാഗമായിട്ടാണ്. എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇൻവോൾവ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ഡെലിവറിയും കൊടുക്കും. ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ വേറിംഗ് കോൺട്രാക്ട് അഗ്രീഡ് അപ്പോൺ ബൈ ഓർ സെൽ കറൻസീസ് ഫോർ ഫ്യൂച്ചർ ഡെലിവറി. ഫ്യൂച്ചർ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കറൻസികൾ വാങ്ങുകയും വിൽക്കുകയും ഒരു അഗ്രിമെന്റിന്റെ ബേസിൽ കോൺട്രാക്ടിന്റെ ബേസിൽ എന്ത് ചെയ്യാണ്, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഫ്യൂച്ചർ മാർക്കറ്റിലേക്ക് അത് എന്ത് ചെയ്യുന്നു, ഫോർവേഡും ചെയ്യുന്നു. അതാണ് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് പ്രിവെയിലിംഗ് ഫോർ എ സ്പോട്ട് ട്രേഡിംഗ്. ഒരു സ്പോട്ട് ട്രേഡിംഗില് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കാവുന്നതാണ്. ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് കോട്ട് ചെയ്യുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് ആണ്. അതായത് ഫ്യൂച്ചർ ഡേറ്റ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കാവുന്നതാണ്. The currency forward contract are quoted just like a spot rate. അതായത് കറൻസി ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് എപ്പോഴും കോട്ട് ചെയ്യുന്നത് ഒരു സ്പോട്ട് റേറ്റ് ആയിട്ടാണ് പറയുന്നത്. കാരണം ആക്ച്വൽ ആയിട്ടുള്ള ഡെലിവറി കറൻസി ടേക്ക് പ്ലേസ് അറ്റ് സ്പെസിഫൈഡ് ടൈം ഇൻ ഫ്യൂച്ചർ. അതായത് ആക്ച്വൽ കറൻസിന്റെ ഡെലിവറി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്യൂച്ചറിലെ ഒരു സ്പെസിഫൈഡ് ടൈമിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ വെൻ എ പാർട്ടി അഗ്രി ടു സെൽ യൂറോ ഫോർ ഡോളേഴ്സ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ ഫോർവേഡ് റേറ്റ് അഗ്രീഡ് അപ്പോൺ. അതായത് ഒരു അഗ്രിമെന്റിന്റെ ബേസിൽ ഫോർവേഡ് റേറ്റിൽ നമ്മൾ കറൻസി ഫ്യൂച്ചർ ഡേറ്റില് എന്താ പറയാ യൂറോ ഡോളേഴ്സുമായിട്ട് മാറ്റാൻ നമുക്ക് എന്താണ് പാർട്ടി അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ he has sold euro forward and bought dollars forward. അതായത് അപ്പൊ അവിടെ എന്ത് നടക്കും, യൂറോ ഫോർവേഡ് ആയിട്ട് സോൾഡ് ചെയ്യുന്നു, ഡോളർ ഫോർവേഡ് ആയിട്ട് ബോട്ടും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എ ഫോർവേഡ് പ്രീമിയം ഈസ് സെറ്റ് ടു ഒക്വർ വെൻ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് മോർ ദാൻ എ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പൊ ഫോർവേഡ് പ്രീമിയം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് മോർ ദാൻ ദ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിലാണ് ഫോർവേഡ് പ്രീമിയം എന്ന് പറയുന്നത്. ഓൺ ദി കോൺട്രറി, ഇഫ് ദി ഫോർവേഡ് ട്രേഡ് ഈസ് കോട്ടഡ് അറ്റ് എ ലോവർ റേറ്റ് ദാൻ ദ സ്പോട്ട് റേറ്റ്. അഥവാ നമ്മൾ ഫോർവേഡ് റേറ്റ് കോട്ട് ചെയ്യുന്നത് ലോവർ റേറ്റ് ദാൻ ദ സ്പോട്ട് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫോർവേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെയോ കറൻസി ഫ്യൂച്ചേഴ്സ് എന്താണ്, എങ്ങനെയാണ്, കൺസെപ്ച്വലി സിമിലർ ടു കറൻസി ഫോർവേഡ് ആൻഡ് പെർഫോം ദ സെയിം ഫങ്ഷൻ. ഓക്കെ, അതേപോലെ തന്നെ ദേ ആർ ഡിസ്റ്റിങ്ക്ട് ഇൻ ദെയർ നേച്ചർ ആൻഡ് ഡീറ്റെയിൽ കൺസേണിങ് സെറ്റിൽമെന്റ് ആൻഡ് ഡെലിവറി. ഇവിടെ എന്താണ് എന്താ പറയാ, ഡീറ്റെയിൽസ് ആയിട്ടും അതേപോലെ തന്നെ അതിന്റെ കൺസേൺ ചെയ്യാനും അതേപോലെ തന്നെ സെറ്റിൽമെന്റ് ആൻഡ് ഡെലിവറി എന്ന് പറയുന്നതും ഒക്കെ എന്താണ് ഇതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, while a foreign exchange transaction can involve any two currencies, രണ്ട് കറൻസികളാണ് എന്ത് ചെയ്യുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷനിൽ ഉൾപ്പെടുന്നത് അല്ലെ. കാരണം മോസ്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്നത് ഫോറിൻ കറൻസികളാണ് അല്ലെ. അതായത് US ആണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ നാഷണൽ കറൻസി. US എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നാഷണൽ കറൻസി അല്ല അല്ലെ. എക്സ്പോർട്ടറും ഇമ്പോർട്ടറും എന്താണ് അത് അംഗീകരിക്കൊന്നും ഉണ്ടാവില്ല. ഓൺ അക്കൗണ്ട് ക്രിട്ടിക്കൽ റോൾ ദ ഫോറക്സ് മാർക്കറ്റ് ഡോളർ ഈസ് ഓഫൺ കാൾഡ് വെഹിക്കിൾ കറൻസി. അതായത് ക്രിട്ടിക്കൽ റോളില്, അതായത് ഫോറക്സ് മാർക്കറ്റില് ഒരു എന്താ പറയാ ക്രിട്ടിക്കൽ റോളില് ഡോളറിനെ നമ്മൾ വെഹിക്കിൾ കറൻസി എന്നും എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട് എന്നുള്ളതാണ് പറയണത്. നെക്സ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്. നോമിനൽ എക്സ്ചേഞ്ചിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? അപ്പൊ നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാം ഒരു എന്താണ്
key framework for analyzing pricing is the operation of forces of supply and demand in the market. മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയിലെ ഫോഴ്സ് അല്ലെ, അതേപോലെ തന്നെ അതിന്റെ ഓപ്പറേഷൻസ് എല്ലാം എന്താണ് അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത് പറയുന്നത്. Usually the supply of and demand for foreign exchange in domestic foreign exchange market determine the external value of the domestic currency. In other words, country's exchange rate. അതായത് ഇപ്പോ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നതും രാജ്യത്തിന്റെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നതും ഡൊമസ്റ്റിക് കറൻസിന്റെ എക്സ്റ്റേണൽ വാല്യൂ എന്ന് പറയുന്നതും ഡിറ്റർമിൻ ചെയ്യുന്നത്, മാർക്കറ്റിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? ഡൊമസ്റ്റിക് ഫോറിൻ എക്സ്ചേഞ്ചും അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചും അല്ലെ ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് സപ്ലൈയും ഡിമാൻഡും ഒക്കെ കൂടി ചേർന്നിട്ടാണ്. ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെന്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഫോർ എ നമ്പർ ഓഫ് റീസൺസ്. ധാരാളം റീസൺസും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് പറയാനുണ്ട്. കാരണം ഓൺ ദ ഡിമാൻഡ് സൈഡ് പീപ്പിൾ ഡിസയർ ഫോറിൻ കറൻസി. ജനങ്ങള് ഫോറിൻ കറൻസി എന്ന് പറയുന്നത് അല്ലെ, ഓൺ ദ ഡിമാൻഡ് സൈഡ് പീപ്പിൾ ഡിസയർ ഫോറിൻ കറൻസി. ഫോറിൻ കറൻസി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമുക്കറിയാലോ, ഈ ഒരു ഡിമാൻഡ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, എപ്പോഴും ജനങ്ങള് ഇഷ്ടപ്പെടുന്നത് ഫോറിൻ കറൻസി തന്നെയാണ് അല്ലെ. ഇപ്പൊ ഡിമാൻഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ കറൻസിക്ക് വളരെയധികം ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലെ. എന്തിനു വേണ്ടി? പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം അതർ കൺട്രി അല്ലെ. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ നമുക്ക് എന്ത് വേണം? ഫോറിൻ കറൻസി നമ്മുടെ കയ്യിൽ വേണം അല്ലെ. അല്ലാതെ നമ്മുടെ ഇന്ത്യൻ റുപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരു രാജ്യത്ത് പോയിട്ട് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല അല്ലെ. പിന്നെ ഫോർ യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് അല്ലെ, ഗിഫ്റ്റ്, അവാർഡുകള്, ഗ്രാൻഡ്, ഡൊണേഷൻസ്, എൻഡോമെന്റ് ഒക്കെ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, യൂണിലാറ്ററൽ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ നമുക്ക് ഫോറിൻ കറൻസി എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇൻവെസ്റ്റ്മെന്റ്, ഇൻകം പേയ്മെന്റ് അബ്രോഡ് അല്ലെ, അബ്രോഡില് ഇൻകം പേയ്മെന്റോ ഇൻവെസ്റ്റ്മെന്റോ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഫോറിൻ കറൻസി അത്യാവശ്യമാണ്. അതായത് എബ്രോഡില് സ്റ്റോക്ക് വാങ്ങാനും ബോണ്ട് വാങ്ങാനും ഫിനാൻഷ്യൽ അസറ്റുകളൊക്കെ പർച്ചേസ് ചെയ്യാനും വേണം. പിന്നെ ഫോറിൻ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ഫോറിൻ കറൻസി വേണം അല്ലെ. അതേപോലെ തന്നെ റിയൽ ക്യാപിറ്റല്, ഡയറക്റ്റ് ഓണർഷിപ്പ് ഒക്കെ അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫോറിൻ കറൻസി അത്യാവശ്യമാണ്. ഫോർ സ്പെക്കുലേഷൻ ആൻഡ് ഹെഡ്ജിങ് ആക്ടിവിറ്റി റിലേറ്റഡ് ടു റിസ്ക് അവോയ്ഡൻസ് ആക്ടിവിറ്റി. അപ്പൊ നമുക്കറിയാലോ, ഈ ഒരു സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഹെഡ്ജിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? റിസ്ക് ടേക്കിംഗ് ആണ്. അതേപോലെ തന്നെ റിസ്ക് അവോയ്ഡൻസ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോ സപ്ലൈ സൈഡ് ഓപ്പറേറ്റ് എന്താ പറയാ, പാർട്ടിസിപ്പൻസ് ഓൺ ദ സപ്ലൈ സൈഡ് ഓപ്പറേറ്റ്. പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് സപ്ലൈ സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് സിമിലർ റീസൺസും ഉണ്ട്. സപ്ലൈ ഓഫ് ഫോറിൻ കറൻസി എന്ന് പറയുന്നത് ഹോം കൺട്രി റിസൾട്ട് ഫ്രം പർച്ചേസ് ഫ്രം ഹോം എക്സ്പോർട്ട്. ഇപ്പൊ യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് ആണെന്നുണ്ടെങ്കിലും യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് ടു ഹോം കൺട്രി ആണെന്നുണ്ടെങ്കിലും, ഇൻവെസ്റ്റ്മെന്റ് ഇൻകം പേയ്മെന്റ്സ് ആണെങ്കിലും, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും, പ്ലേസ്മെന്റ് ഓഫ് ബാങ്ക് ഡെപ്പോസിറ്റ്, സ്പെക്കുലേഷൻ അല്ലെ, അങ്ങനെയുള്ളതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. We shall now look into how the foreign exchange market work. Okay, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് വർക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാരണം എന്താ പറയാ, എനി സ്റ്റാൻഡേർഡ് മാർക്കറ്റ് സിമിലർ ടു എനി സ്റ്റാൻഡേർഡ് മാർക്കറ്റ്, എക്സ്ചേഞ്ച് മാർക്കറ്റ് ആൾസോ ഫേസസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആൻഡ് അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ്. അതായത് ഇവിടെ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് സപ്ലൈ, അതായത് നമുക്കറിയാം രണ്ട് മാർക്കറ്റ് ഫോഴ്സുകളാണ് അല്ലെ. എക്സ്ചേഞ്ച് മാർക്കറ്റ് ഫോഴ്സുകളായിട്ടുള്ള ഡിമാൻഡ് കർവ് സ്ലോപ്പിങ്ങും അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവും കൂടി ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് ഇക്വിലിബ്രിയം ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ആ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? അതായത് സപ്ലൈ ഡിമാൻഡും ഒരു പർട്ടിക്കുലർ ഫോറിൻ കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയും ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എത്രയാണെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോ ഡിമാൻഡ് എന്ന് പറയുന്നത് DS-ഉം സപ്ലൈ എന്ന് പറയുന്നത് SS-ഉം ആണ് അല്ലെ. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഓഫ് ഡോളേഴ്സ് ഇന്റർസെക്ട് ടു ഡിറ്റർമിൻ എക്സ്ചേഞ്ച് റേറ്റ്. ഈ QQ
ഈ ക്യൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ QE എന്ന് പറയുന്ന ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഓഫ് ഡോളേഴ്സ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഡിമാൻഡ് ഓഫ് ഡോളറും സപ്ലൈ ഓഫ് ഡോളറും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഈ EQ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം. അതേപോലെ തന്നെ QE എന്ന് പറയുന്ന സ്ഥലം അല്ലെ, അവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ചേഞ്ചസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയുന്നത്. അതായത് ഇപ്പൊ ചേഞ്ചസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ് പോർട്രറി ഡിപ്രീസിയേഷൻ ഓർ അപ്രീസിയേഷൻ ഓഫ് വൺ കറൻസി. ഒരു രാജ്യത്തിന്റെ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും അല്ലെ, എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റിൽ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതും, അതേപോലെ തന്നെ കറൻസി അപ്രീസിയേഷനും കറൻസി ഡിപ്രീസിയേഷനും രണ്ട് ടേമുകളാണ്. കറൻസി അപ്രീസിയേഷൻ, കറൻസി ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതായത് കറൻസിന്റെ വാല്യൂ കൂടുന്നതും കുറയുന്നതും. അതായത് എക്സ്ചേഞ്ച് റേറ്റിലെ മൂവ്മെന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, കറൻസി അപ്രീസിയേഷൻ ആണോ കറൻസി ഡിപ്രീസിയേഷൻ ആണോ എന്നുള്ളത് പറയുന്നത്. കറൻസി അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാല്യൂ ഇൻക്രീസസ് വിത്ത് റെസ്പെക്ട് ടു ദ വാല്യൂ ഓഫ് അനദർ കറൻസി. ഒരു കറൻസിയെ നമ്മൾ മറ്റൊരു കറൻസിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഒരു കറൻസിയെ ഒരു അനദർ കറൻസിയെ നമ്മൾ എന്ത് ചെയ്യാണ്, അനദർ കറൻസിയുടെ ഒരു വാല്യൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ കറൻസി എന്ന് പറയുന്നത് എന്താ പറയുക, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് വാല്യൂ ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ കറൻസി അപ്രീഷിയേറ്റ് ആണ്. ഓക്കെ, എന്നാൽ കറൻസി ഡിപ്രീഷിയേറ്റ് എന്ന് പറയുമ്പോഴോ അവിടെ അതിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കറൻസിയുടെ വാല്യൂമായിട്ട് റെസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കറൻസിന്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കറൻസി ഡിപ്രീഷിയേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ദ റുപ്പി ഡോളർ എക്സ്ചേഞ്ച്. റുപ്പിയും ഡോളറും ആണ് എക്സ്ചേഞ്ച് റേറ്റ് നിൽക്കുന്നത്. അപ്പോ ജാനുവരി ഇൻ ദ മന്ത് ഓഫ് ജാനുവരി ഈസ്, ജാനുവരി മാസത്തില് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഡോളർ വണ്ണിന് 70 റുപ്പീസ് ആണ് വരുന്നത്. അതായത് ഒരു ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 70 റുപ്പിയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ 70 റുപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡോളർ കിട്ടും. വി ഫൈൻഡ് ദാറ്റ് ഇൻ ദ മാർക്കറ്റ് ഓഫ് മന്ത് ഓഫ് ഏപ്രിൽ ഇറ്റ് ഈസ് $1 ഈക്വൽ ടു 75 റുപ്പീസ്. എന്നാൽ അതേ കൊല്ലം തന്നെ ഏപ്രിൽ മാസത്തിലേക്ക് വന്നപ്പോഴേക്കും ഒരു ഡോളറിന് 75 രൂപ എന്നുള്ളതായിട്ട് മാറി. ഓക്കെ, എന്താണ് ഇവിടെ സംഭവിച്ചത്? ജനുവരിയിൽ ഒരു ഡോളറിന് 70 രൂപയായിരുന്നു. അതേസമയം അത് ഏപ്രിൽ മാസം ആയപ്പോഴേക്കും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഡോളറിന് 75 രൂപ എന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം എന്താണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യൻ അല്ലെ, നമുക്ക് ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ഇന്ത്യൻ റുപ്പി ടു ഗെറ്റ് ദ സെയിം 1 യൂണിറ്റ് ഓഫ് US ഡോളർ അല്ലെ. ഒരു US ഡോളർ നമ്മൾ ആദ്യം വാങ്ങിയിരുന്നത് കിട്ടണമെന്നുണ്ടെങ്കിൽ 70 രൂപ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ അതേ ഇവിടെ ജാനുവരിയിലേക്ക് എത്തിയപ്പോഴേക്കും എന്ത് ചെയ്യണം, 75 രൂപയാണ് ഒരു യൂണിറ്റ് ഡോളറിന് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗോൺ ഡൗൺ. ഓക്കെ, ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കുറയുന്നു. ഇന്ത്യൻ റുപ്പി ഹാസ് ഡിപ്രീസിയേറ്റഡ് ഇൻ ഇറ്റ്സ് വാല്യൂ. കാരണം ഇന്ത്യൻ റുപ്പിയിൽ എന്ത് സംഭവിച്ചു എന്നാ പറയണത്? അതിന്റെ വാല്യൂ ഡിപ്രീസിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ക്ലിയർ ആണല്ലോ? Rupee depreciation here means rupee has become less valuable with respect to US dollar. US ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റുപ്പി എന്നതിന്റെ വാല്യൂ ഇവിടെ ഡിപ്രീസിയേറ്റ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? Then dollar in terms of rupee, you find the value of US dollar has increased in terms of Indian rupee. $1 not fetched 75 instead of 70 earlier.
അല്ലെ. ആദ്യം നമ്മൾ 70 രൂപയ്ക്കായിരുന്നു, 70 രൂപയ്ക്കാണ് നമ്മൾ ഒരു ഡോളർ വാങ്ങിയത്. പിന്നീട് അത് 75 രൂപയ്ക്ക് നമ്മൾ 75 രൂപ കൊടുത്തിട്ട് നമ്മൾ ഒരു ഡോളർ വാങ്ങണമായിരുന്നു. ഓക്കെ, അതായത് ഇനി നേരെ തിരിച്ചാണെങ്കിലോ, തിരിച്ചാണെങ്കിൽ 75 രൂപ ഉണ്ടായിരുന്നത് 70 രൂപയായിട്ട് കുറയാണ് ചെയ്തത് എങ്കിൽ അവിടെ എന്താണ്, അപ്രീസിയേഷൻ ആണ് കാണുക. ഡോളറുടെ അപ്രീസിയേഷൻ ആണ്, അപ്രീസിയേഷൻ ഓഫ് ദ US ഡോളർ അല്ലെ. ദെൻ അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാലോ, കറൻസി ഡിപ്രീസിയേറ്റ് എഗെയിൻസ്റ്റ് അനദർ, ദ സെക്കൻഡ് കറൻസി മസ്റ്റ് സൈമുലേറ്റ്ലി അപ്രീഷിയേറ്റ് എഗെയിൻസ്റ്റ് ദ ഫസ്റ്റ്. ഒന്ന് ഡിപ്രീസിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് എന്താണ്, അപ്രീസിയേറ്റഡ് ആണ് അല്ലെ. അപ്പൊ 70-ൽ നിന്നും 75 എന്താ പറയാ, അതാണല്ലോ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് അല്ലെ. അതായത് 70-ൽ നിന്നും 75 ജനുവരിയിൽ 70-ഉം ഏപ്രിലിൽ 75 5 രൂപ എന്ത് ചെയ്തു, കൂടി. 5 രൂപ കൂടി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിപ്രീസിയേറ്റഡ് ആണ് അല്ലെ. അതിന്റെ വാല്യൂ ഡിപ്രീസിയേറ്റഡ് ആണ്. പക്ഷേ US ഡോളറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ്, US ഡോളർ അപ്രീസിയേഷൻ ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോ നമുക്ക് പറയാം ഹോം കറൻസി ഡിപ്രീസിയേഷൻ അല്ലെ. ഹോം കറൻസി ഡിപ്രീസിയേഷൻ ടേക്ക് പ്ലേസ് where there is an increase in home currency price of foreign currency. The home currency thus become relatively less valuable. അല്ലെ. Then home currency appreciation എന്ന് പറയുന്നത് take place when there is a decrease in home currency price of foreign currency, increase in the foreign currency price of home currency, the home currency thus become relatively more valuable. അതായത് കറൻസി ഡിപ്രീസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഹോം കറൻസി റിലേറ്റീവ്ലി ലെസ് വാല്യൂബിൾ ആയിരിക്കും. ഹോം കറൻസി അപ്രീസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താ കാണിക്കുന്നത്, ഹോം കറൻസി എന്ന് പറയുന്നത് എങ്ങനെയാണ്, റിലേറ്റീവ്ലി മോർ വാല്യൂബിൾ ആയിട്ടായിരിക്കും കാണുന്നത്. ദെൻ കറൻസി ഡിപ്രീസിയേഷൻ അണ്ടർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ പറയുന്നത് എന്താണ് എന്നുള്ളത് നോക്കാം. അതിനു വേണ്ടിയിട്ട് മാർക്കറ്റിൽ നമുക്കറിയാം അല്ലെ, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് കാണാനുണ്ട്. ഇക്വിലിബ്രിയം വിത്ത് എക്സ്ചേഞ്ച് റേറ്റ് ആണ് നമുക്ക് കാണാനുള്ളത്. അതാണ് EQ എന്ന് പറയുന്നത്. അപ്പോ ഒരു ഡൊമസ്റ്റിക്, ഇപ്പൊ നമുക്കറിയാലോ, ഒരു DS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിമാൻഡ് ഫോർ എന്താ പറയാ ഡോളറും, SS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ഓഫ് ഡോളറും, DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ ഡോളറും ആണ് എന്നുള്ളത് അറിയാം. അപ്പൊ അത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് E എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, EQ ആണ് അവിടുത്തെ എന്താണ്, റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ മാർക്കറ്റില് നമുക്കറിയാം എന്താണ്, ഇനീഷ്യലി ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് E ആണ്, ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് EQ ആണ് അല്ലെ. അപ്പൊ ഫോറിൻ കറൻസിയുടെ ഡൊമസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു, വർദ്ധിച്ചു. ഓക്കെ, സപ്ലൈ ഓഫ് ഡോളർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റും ആണ്. അപ്പോ അതാണ് D1 ഡോളർ ആയിട്ട്, D1 ഡോളർ അതായത് D1S എന്ന് പറയുന്ന ഒരു എന്താ പറയാ പുതിയൊരു ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്ത് വരാനുള്ള കാരണമാണ് എന്തെന്ന് പറയുന്നത്, ഫോറിൻ കറൻസിയുടെ ഡൊമസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് വർദ്ധിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റൈറ്റ് വേർഡിലേക്ക് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ദ ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, E1 ആയിട്ട് എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മോർ യൂണിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് കറൻസി, കൂടുതൽ യൂണിറ്റ് ഓഫ് ഡൊമസ്റ്റിക് കറൻസി നമ്മൾ എന്താണ് റിക്വയർഡ് ടു ബൈ 1 യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി. ഒരു യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി വാങ്ങണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിക്വയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ യൂണിറ്റ് ഓഫ് ഡൊമസ്റ്റിക് കറൻസി നമ്മൾ ഇറക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒരു യൂണിറ്റ് ഡോളർ കിട്ടണം എന്നുണ്ടെങ്കിൽ 70 അല്ലെങ്കിൽ 75 രൂപ എന്താണ് റുപ്പീസ്, ഇന്ത്യൻ റുപ്പീസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, ആൻഡ് ഡൊമസ്റ്റിക് കറൻസി ഹാസ് ഡിപ്രീസിയേറ്റഡ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കറൻസി എന്ന് പറയുന്നത് ഡിപ്രീസിയേറ്റഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോ ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സപ്ലൈ ഓഫ് ഡോളർ ഇന്ത്യൻ മാർക്കറ്റിലെ ഡോളറിന്റെ സപ്ലൈ എന്ന് പറയുന്നത് വർദ്ധിച്ചു അല്ലെ.
വർദ്ധിച്ചതായിട്ട് കാണിക്കുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ, സപ്ലൈ ആണ്, ഡിമാൻഡ് കോൺസ്റ്റന്റും അല്ലെ, ഡിമാൻഡ് കോൺസ്റ്റന്റും സപ്ലൈ എന്ന് പറയുന്നത് കൂടുതലും ആണെന്നുണ്ടെങ്കിൽ an increase in the supply of foreign exchange shift supply curve to the right. സപ്ലൈ കർവിലാണ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് സപ്ലൈ ആണ് വർദ്ധിക്കുന്നത് എങ്കിൽ സപ്ലൈ കർവ് എന്ത് ചെയ്യും, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, എസ് ഡാഷ് ഡോളർ എന്ന് പറയുന്ന ഒരു പുതിയ ഇതിലേക്ക് വരുന്നു. അവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിക്ലൈൻ, അതായത് E1 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, EQ എന്ന് പറയുന്ന റേറ്റിൽ നിന്നും E1 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ചേഞ്ച് റേറ്റ് ഡിക്ലൈൻ ചെയ്തതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ്, അതായത് ഡൊമസ്റ്റിക് കറൻസിന്റെ അതായത് ഇന്ത്യൻ റുപ്പി, ഡൊമസ്റ്റിക് കറൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ റുപ്പി അല്ലെ, ഇന്ത്യൻ റുപ്പി കൊടുത്തിട്ട് എന്താണ് ടു ബൈ 1 യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ അപ്രീഷിയേറ്റഡ് ആണ്, അപ്രീസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്കറിയാം നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഓപ്പൺ എക്കോണമിയിലാണ്, ഫേമുകളും ഹൗസ് ഹോൾഡും എക്സ്ചേഞ്ച് റേറ്റുകളും ഒക്കെ ഫോറിൻ പ്രൈസുകളും ഒക്കെ എന്താണ് ഡൊമസ്റ്റിക് കറൻസിയുടെ ടേംസിൽ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, പ്രൈസ് ഗുഡ്സ് ആൻഡ് സർവീസും അല്ലെ, ഡിഫറെന്റ് കൺട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൈസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടും എക്സ്പോർട്ടും അല്ലെ ഒക്കെ എന്താണ്, സെയിം കറൻസിയുടെ ട്രേഡിംഗ് കോൺട്രാക്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ ഒരു റീസൺ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫോറിൻ എക്സ്ചേഞ്ച് മൂവ്മെന്റിനെ ഇന്റർനാഷണൽ ട്രേഡ് ഫ്ലോനെ എഫക്ട് ചെയ്യുന്നത് എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റുകളാണ് എന്നുള്ളതാണ് റീസൺ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ അടുത്തത് വരുന്നത് ഡീവാലുവേഷൻ, അതേപോലെ തന്നെ റീവാലുവേഷൻ, ഡിപ്രീസിയേഷൻ, അപ്രീസിയേഷൻ. ഓക്കെ, ഡീവാലുവേഷനും ഡിപ്രീസിയേഷനും റീവാലുവേഷനും അപ്രീസിയേഷനും. Devaluation is a deliberate downward adjustment in the value of a country currency relatively to another country's currency or group of currencies or standard. അതായത് മറ്റൊരു രാജ്യത്തിന്റെ കറൻസിയും നമ്മുടെ രാജ്യത്തിന്റെ കറൻസിയും തമ്മിലുള്ള വാല്യൂവിൽ ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, അതായത് ഡൗൺവേർഡ് അഡ്ജസ്റ്റ്മെന്റിനെയാണ് ഡീവാലുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ മോണിറ്ററി പോളിസി ടൂൾ യൂസ്ഡ് ബൈ കൺട്രീസ്. ഇതൊരു മോണിറ്ററി പോളിസി ടൂൾ ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ഒരുപാട് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റുകളും നിയർലി ഫിക്സഡ് എക്സ്ചേഞ്ച് റെജീംസും ഒക്കെ എന്താണ് ഇതിന്റെ ഭാഗമായിട്ടാണ്. അതായത് കറൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഫിക്സഡ് പാറിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. ദ മോണിറ്ററി അതോറിറ്റി ഫോർമലി സെറ്റ് എ ന്യൂ ഫിക്സഡ് റേറ്റ്. ഒരു മോണിറ്ററി അതോറിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫോർമലി ഒരു ഫിക്സഡ് റേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ഫോറിൻ റെഫറൻസ് കറൻസി എന്ന് പറയുന്നതും കറൻസി ബാസ്ക്കറ്റ് എന്ന് പറയുന്നതും എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ടും ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇൻ കോൺട്രാക്സ്റ്റ് ഡിപ്രീസിയേഷൻ ഈസ് എ ഡിക്രീസ് ഇൻ എ കറൻസി വാല്യൂ. അതായത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നതും അതേപോലെ തന്നെ കറൻസിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുക എന്നുള്ളതും എന്താണ്, ഒരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത്. കാരണം മാർക്കറ്റ് ഫോഴ്സുകളായിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിനെ ബാധിക്കുന്നത്. ആൻഡ് നോട്ട് ഡ്യൂ ടു എനി ഗവൺമെന്റ് ഓർ സെൻട്രൽ ബാങ്ക് പോളിസി ആക്ഷൻസ്. ഒരു തരത്തിലുള്ള ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ പോളിസി ആക്ഷൻസ് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ബാധിക്കുന്നില്ല എന്നുള്ളത്. കാരണം എന്താണ്, ഡിമാൻഡും സപ്ലൈയും ഫോഴ്സുകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ കറൻസിയിലെ വാല്യൂവിൽ ഡിക്രീസും അല്ലെ, എന്താ പറയാ, ഡിപ്രീസിയേഷനും ഡിക്രീസും ഒക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് പറയാണ്. റീവാലുവേഷൻ ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഡിവാലുവേഷൻ. ഡിവാലുവേഷന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റീവാലുവേഷൻ പറയുന്നത്. കാരണം അവിടെ ഒഫീഷ്യൽ ഇൻക്രീസ് ഇൻ അതർവൈസ് ഫിക്സഡ് പാർ വാല്യൂ ഓഫ് എ നേഷൻ കറൻസി. നമ്മുടെ നേഷൻ കറൻസിയുടെ ഫിക്സഡ് പാർ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഒഫീഷ്യൽ ഇൻക്രീസ് സംഭവിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, കറൻസി വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതും അല്ലെ. അത് എന്തുകൊണ്ടാണ്, ഡ്യൂ ടു മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ.
ഡിമാൻഡ് ആൻഡ് സപ്ലൈന്റെ ഭാഗമായിട്ട് തന്നെ, മാർക്കറ്റ് ഫോഴ്സുകളായിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈന്റെ ഭാഗമായിട്ട് തന്നെ ഒരു രാജ്യത്തിന്റെ കറൻസി വാല്യൂ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അപ്രീസിയേഷൻ എന്നും വിളിക്കുന്നു. ഇവിടെ ഡ്യൂ ടു എനി ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ബാങ്ക് പോളിസി ഇന്റർവെൻഷൻസ്, ഇവിടെയാണെന്നുണ്ടെങ്കിലും ഗവൺമെന്റിന്റെയോ സെൻട്രൽ ബാങ്കിന്റെയോ ഒരു തരത്തിലുള്ള പോളിസി ഇന്റർവെൻഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈന്റെ ഭാഗത്ത് എന്താണ്, അത് ഇന്റർസെക്ട് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റുകൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ അടുത്തത് പറയുന്നത് ഇമ്പാക്ട് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് ഓൺ ഡൊമസ്റ്റിക് എക്കണോമി. ഇപ്പോ ഇവിടെ ദാറ്റ് ഫാക്ട് എമംഗ് ദ മാക്രോ എക്കണോമിക് വേരിയബിൾസ്, മാക്രോ എക്കണോമിക് വേരിയബിൾസും അതേപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്, മോസ്റ്റ് ക്ലോസ്ലി മോണിറ്റേർഡ് ആണ് അല്ലെ. അതേപോലെ തന്നെ അനലൈസ്ഡ് ആൻഡ് മാനിപ്പുലേറ്റഡ് എക്കണോമിക് മെഷേഴ്സ്, എക്കണോമിക് മെഷേഴ്സ് അതേപോലെ തന്നെ ഹൈലൈറ്റ്, അതേപോലെ തന്നെ എന്താ പറയാ ക്ലോസ്ലി മോണിറ്റേർഡ് അല്ലെ, ഇതൊക്കെ മാക്രോ എക്കണോമിക് വേരിയബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം എക്സ്ചേഞ്ച് റേറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട് മാക്രോ എക്കണോമിക് വേരിയബിൾസ് ആണ്. അപ്പൊ നമുക്കറിയാം മാർക്കറ്റില് എക്സ്ചേഞ്ച് റേറ്റിന് എക്സ്ചേഞ്ച് റേറ്റിന് കാരണം എന്ന് പറയുന്നത് എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് ചെയ്യുന്നുണ്ട് അല്ലെ, അത് അൺപ്രഡിക്റ്റബിളി ആണ് എന്നുള്ളതും നമുക്കറിയാം അല്ലെ. ഇവിടെ ഒരു രാജ്യത്തിന്റെ എക്കണോമിക് പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് എഫക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ പോസിബിൾ നോളേജ് കിട്ടുന്നത് ഒക്കെ എന്താണ്, ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് പോളിസി അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. ഓക്കെ, ദെൻ എസ്പെഷ്യലി ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത്. ഇനി നമ്മൾ പറയുന്നത് the development in the foreign exchange market affect domestic economy both directly and indirectly. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് എക്കണോമിയുടെ അല്ലെ, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഡൊമസ്റ്റിക് എക്കണോമിയെ അഫക്ട് ചെയ്യുന്നത് എന്തുതന്നെയാണ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിന്റെ ഡെവലപ്മെന്റ് തന്നെയാണ്. അപ്പോ ഡയറക്റ്റ് ഇമ്പാക്ട് ഫ്ലക്ച്വേഷൻ റേറ്റ് ഒക്കെ എന്താണ്, എക്കണോമിക് ഏജൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഇന്റർനാഷണൽ ട്രേഡും ഇന്റർനാഷണൽ ഫിനാൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്ന് നോക്കാം. ഒന്നാമത്തത് ഫ്ലക്ച്വേഷൻസ് ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ് ഹാവ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഡിറ്റർമിനിങ് ദി നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് എ കൺട്രീസ് ട്രേഡ്. അതായത് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റിൽ ഒരുപാട് ഫ്ലക്ച്വേഷൻസും അതേപോലെ തന്നെ എന്താ പറയാ ഒരു രാജ്യത്തിന്റെ ട്രേഡിൽ ഉണ്ടാകുന്ന അതിന്റെ സ്വഭാവവും ഒക്കെ ഡിറ്റർമിൻ ചെയ്തിട്ടാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് നമ്മൾ നോക്കുന്നത്. കൂടാതെ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് എക്കണോമിയിലെ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വസ്തുക്കളുടെ പ്രൈസിലൊക്കെ എന്താണ് ചേഞ്ച് വരാനും, അതേപോലെ തന്നെ ഫോറിൻ ഗുഡ്സ് ആൻഡ് സർവീസിലൊക്കെ എന്താണ് അതിന്റെ പ്രൈസിലൊക്കെ എന്താണ് ഒരു റിലേറ്റീവ് ചേഞ്ചിങ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ആൾ എൽസ് ഈക്വൽ അതർ തിങ് റിമെയിൻ ദ സെയിം അല്ലെ, എല്ലാതും എന്താണ് ഈക്വൽ ആയിരിക്കെ മറ്റുള്ളതെല്ലാം എന്താണ് ഓൾ എൽസ് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എല്ലാതും ഈക്വൽ ആണ് അല്ലെ. An appreciation country currency raises the relative price of its export and lowers the relative price of imports. ഓക്കെ, അതായത് ഇപ്പൊ നമുക്കറിയാം മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെയിം ആയിട്ട് വെക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ കറൻസി എന്ന് പറയുന്നത് അപ്രീസിയേഷൻ ആണ് അല്ലെ. അതായത് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കറൻസിയുടെ എന്താണ് വാല്യൂ കൂടുക എന്നുള്ളതാണ് അല്ലെ. അപ്പോ the relative price of exportum lower the relative price of its importum. ഇമ്പോർട്ടിന്റെ പ്രൈസും എക്സ്പോർട്ടിന്റെ പ്രൈസും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, കറൻസിയുടെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ ആണെന്നുണ്ടെങ്കിലോ ലോവർ ദ റിലേറ്റീവ് പ്രൈസ് ഓഫ് ദ കൺട്രി എക്സ്പോർട്ടും ദെൻ റൈസസ് ദ റിലേറ്റീവ് പ്രൈസ് ഓഫ് ദി ഇമ്പോർട്ടും. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നതും പറഞ്ഞു. When country currency depreciate, foreigners find its export are cheaper. അതായത് ഇപ്പൊ എപ്പോഴാണോ ഒരു രാജ്യത്തിന്റെ കറൻസി ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഫോറിനേഴ്സ് എന്ത് ചെയ്യും, അത് ചീപ്പർ ആയിട്ട് എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യും.
ഡൊമസ്റ്റിക് റെസിഡൻസ് ഫൈൻഡ് ദാറ്റ് ഇമ്പോർട്ട് ഫ്രം എബ്രോഡ് ആർ മോർ എക്സ്പെൻസീവ്. എന്നാൽ ഡൊമസ്റ്റിക് റെസിഡൻസിന് ഇമ്പോർട്ട് ചെയ്യുന്ന എബ്രോഡിൽ നിന്ന് വരുന്ന ഇമ്പോർട്ട് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലോ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് അപ്രീസിയേഷൻ ഹാസ് ആൻ ഓപ്പോസിറ്റ് എഫക്ട്. അപ്രീസിയേഷൻ എന്ന് പറയുമ്പോഴോ അവിടെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ്. ഫോറിനേഴ്സ് പേ മോർ ഫോർ ദ കൺട്രി പ്രൊഡക്റ്റ്. ഫോറിനേഴ്സ് എന്ത് ചെയ്യണം? കൺട്രി പ്രൊഡക്റ്റുകൾക്ക് കൂടുതൽ പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനാണെന്നുണ്ടെങ്കിലോ ഫോറിൻ പ്രൊഡക്റ്റുകൾ കുറഞ്ഞ പേയ്മെന്റിലും കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, assume that there is devaluation or depreciation Indian rupee from. അതായത് ഇവിടെ നമ്മുടെ ഇന്ത്യൻ റുപ്പിക്ക് ഡീവാലുവേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ സംഭവിച്ചു. അതായത് ഒരു ഡോളറിന് 65 രൂപ ഉണ്ടായിരുന്നത് ഇപ്പൊ ഒരു ഡോളറിന് 70 രൂപയായിട്ട് മാറിയെന്ന് വിചാരിക്കാം. എ ഫോറിനർ ഹു സ്പെൻഡ് $10 or buying Indian goods will post devaluation get goods worth 700 instead of 650 prior to depreciation. അതായത് എന്താ പറയാ, ഒരു ഫോറിനേഴ്സിന് $10 വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പി എത്ര കൊടുക്കണം? ആദ്യം 700 രൂപയായിരുന്നു അല്ലെ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 700 രൂപ നമ്മൾ കൊടുക്കണം. ആദ്യം എത്രയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്? 650 രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ? അവിടെ എന്താ കാണിക്കുന്നത്? ഡിപ്രീസിയേഷൻ അല്ലെ? അതായത് ഇന്ത്യൻ റുപ്പി എന്താണ്? ഡിപ്രീസിയേഷൻ ആണ് കാണിക്കുന്നത്. കാരണം ആദ്യം നമുക്ക് എന്താണ് 650 രൂപ കൊടുത്തു കഴിഞ്ഞാല് ഒരു $10 കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 700 രൂപയാണ് നമ്മൾ കൊടുത്താലാണ് നമുക്ക് $10 കിട്ടുള്ളൂ അല്ലെ? അതായത് നമ്മളുടെ ഇന്ത്യൻ റുപ്പി എന്ത് ചെയ്തിട്ടുണ്ട്? ഡീവാലുവേഷൻ സംഭവിച്ചിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയണത്. ഓക്കെ, ആൻഡ് ഇമ്പോർട്ടർ. ഇനി ഒരു ഇമ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇമ്പോർട്ടർ ആണെന്നുണ്ടെങ്കിലോ has to pour his purchase foreign currency. Therefore, resident of India who wants to import goods worth $1 will have to 70 rupee instead of 75 prior to depreciation. Imports will be affected. They will have to pay more rupees on importing products. അവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ റുപ്പി എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്രീസിയേറ്റഡ് ആയിട്ടാണ് നമുക്ക് കാണിക്കുന്നത് അല്ലെ? എന്നാൽ എക്സ്പോർട്ടേഴ്സിന്, ഇമ്പോർട്ടേഴ്സിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ എക്സ്പോർട്ടേഴ്സിന് ബെനിഫിറ്റ് ആണ് അല്ലെ? കാരണം എന്താ? ഗുഡ് എക്സ്പോർട്ട് ചെയ്യുന്ന, എബ്രോഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എക്സ്പോർട്ടേഴ്സിനാണ് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. കാരണം വിൽ ഫെച്ച് ഡോളേഴ്സ് വിച്ച് ക്യാൻ നൗ ബി കൺവേർട്ടഡ് മോർ റുപ്പീസ്. ഓക്കെ, ദെൻ തേർഡ് വൺ പറയണത് എക്സ്ചേഞ്ച് റേറ്റ് അഫക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? ഡൊമസ്റ്റിക് എക്സ്ചേഞ്ച് റേറ്റ്സ് അഫക്ട് ചെയ്യുന്നത് എന്താണ്? നമ്മളുടെ എക്കണോമിക് ആക്ടിവിറ്റിയെയും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് എക്കണോമിയിലെ എക്കണോമിക് ആക്ടിവിറ്റിയെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫോറിൻ ഗുഡ്സും റിലേറ്റീവ് ഗുഡ്സും അല്ലെ എന്താണ് ചേഞ്ചസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. അതേപോലെ തന്നെ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാലോ ഒരു ഡിപ്രീസിയേഷൻ, ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കറൻസിയുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് പ്രൈമർലി അത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫോറിൻ ഗുഡ്സ് എന്ത് ചെയ്യും? ഫോറിൻ ഗുഡ്സിന്റെ പ്രൈസ് എന്ത് ചെയ്യും? അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ ഡിപ്രീസിയേറ്റ് ചെയ്യുമ്പോൾ പ്രൈസ് ഓഫ് ഗുഡ്സ് ഓഫ് ഫോറിൻ ഗുഡ്സ് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. അതേപോലെ തന്നെ റിലേറ്റീവ് ഗുഡ്സ് ടു പ്രൊഡ്യൂസ് ഇൻ ഹോം കൺട്രി ആൻഡ് ഡൈവേർട്സ് സ്പെൻഡിങ് ഫ്രം ഫോറിൻ ഗുഡ്സ് ടു ഡൊമസ്റ്റിക് ഗുഡ്സ്. Okay, then increased demand, both domestic import competing goods for export, encourage economic activity and create output expansion. ഓവറോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാവുന്ന ഡിപ്രീസിയേഷൻ ആണ്. ഓക്കെ, പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമി വേർ എക്സ്പോർട്ട് ആർ സിഗ്നിഫിക്കന്റ്ലി ഹൈ. ഇപ്പോ ഡിപ്രീസിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്രീസിയേറ്റഡ് കറൻസി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം മീൻ ഓഫ് ലോട്ട് ഓഫ് ഗെയിൻ അല്ലെ?
അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ അഡീഷൻ ഇഫ് എക്സ്പോർട്ട് ഒറിജിനേറ്റ് ഫ്രം ലേബർ ഇന്റൻസീവ് ഇൻഡസ്ട്രിയും ഉണ്ട്. അതേപോലെ തന്നെ ലേബർ ഇന്റൻസീവ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, വർദ്ധിക്കുന്നു. അത് എംപ്ലോയ്മെന്റിന് വളരെയധികം പോസിറ്റീവ് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. വേജസിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷന് എന്ത് ചെയ്യുന്നു, ഷോർട്ട് റണ്ണില് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇമ്പോർട്ടഡ് കൺസ്യൂമർ ഗുഡ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഗുഡ്സിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നതിനും കാരണമാകുന്നു. Physical health of a country whose currency depreciate is likely to be affected with the rising export earning and import payment consequent impact on current account balance. അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഇപ്പൊ കറൻസി ഡിപ്രീസിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, എക്സ്പോർട്ട് ഏർണിങ്സ് വർദ്ധിപ്പിക്കുന്നതിനും ഇമ്പോർട്ട് പേയ്മെന്റും കറണ്ട് അക്കൗണ്ട് ബാലൻസിനെയും അതൊക്കെ എന്ത് ചെയ്യുന്നു, എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറയണത്. Then company that have borrowed in foreign exchange through external commercial borrowings. കമ്പനീസ് എപ്പോഴും ഫോറിൻ എക്സ്ചേഞ്ച് വഴി എന്ത് ചെയ്യുന്നുണ്ട്, കടം വാങ്ങുന്നുണ്ട് അല്ലെ. അതായത് കൊമേഴ്ഷ്യൽ ബോറോയിങ്സിൽ നിന്നും, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സിൽ നിന്നൊക്കെ. ഓക്കെ, അപ്പോ ബട്ട് ഹാവ് ബീൻ കെയർലെസ് ആൻഡ് ഡിഡ് നോട്ട് സഫീഷ്യന്റ്ലി ഹെഡ്ജ് ദീസ് ലോൺസ് അഗെയിൻസ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. ഫോറിൻ എക്സ്ചേഞ്ച് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ലോൺസുകൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. സോ മോർ ഡൊമസ്റ്റിക് കറൻസി ടു റീപേ ദർ ലോൺസ്. അപ്പൊ അതിന്റെ അവരുടെ ലോൺസിന് എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ ഡൊമസ്റ്റിക് കറൻസി റീപേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഡൊമസ്റ്റിക് കറൻസിയുടെ ഡിപ്രീസിയേറ്റഡ് ആയിരിക്കും കാണുന്നത്. അത് നമ്മുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ബേർഡൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കും. അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കുറയും. ഓക്കെ, അപ്പോ നമ്മളുടെ ബാലൻസ് ഷീറ്റ് അഡ്വേഴ്സ്ലി ഇഫക്റ്റഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അതേപോലെ തന്നെ കൺട്രീസ് ഫോറിൻ കറൻസി ഡിനോമിനേറ്റഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ഡെപ്റ്റുകളാണ്. കറൻസി ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ്ഡ് ആണ്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ബേർഡൺ എന്ന് പറയുന്നതും, അതേപോലെ തന്നെ സ്ട്രെയിൻ ടു എക്സ്ചെക്കർ ഫോർ റീപേയിങ് ആൻഡ് സർവീസിങ് ഫോറിൻ ഡെപ്റ്റ് എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടാണ് ഫേമുകൾക്ക് കാണപ്പെടുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ എന്താ പറയാ, റിസ്ക് ആയിട്ടുള്ളതായിട്ടും ചിലർ എന്ത് ചെയ്യുന്നുണ്ട്, കണക്കാക്കുന്നുണ്ട്. With the growth of investors across international boundaries, exchange rate have assumed special significance. ഇപ്പോ ഈ ഒരു സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, എക്സ്ചേഞ്ച് റേറ്റും അതേപോലെ തന്നെ സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നതും ഇന്റർനാഷണൽ ബൗണ്ടറീസ് ഒക്കെ കടന്നുകൊണ്ട് അല്ലെ, ഇൻവെസ്റ്റ്മെന്റിന്റെ ഗ്രോത്ത് ഒക്കെ നമുക്ക് ഇത് ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഹു ഹാസ് പർച്ചേസ്ഡ് ഫോറിൻ അസറ്റ്, ഇൻവെസ്റ്റേഴ്സ് കൂടുതലും ഫോറിൻ അസറ്റുകൾ പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ എന്താണ്, ഫോറിൻ ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ കോർപ്പറേഷൻ ഉണ്ടാവുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ സിംഗിൾ ആയിട്ടായിരിക്കും, ചിലപ്പോൾ എന്താണ്, ഇൻവെസ്റ്റ്മെന്റിനെയും ഇന്റർനാഷണൽ വാല്യൂവിനെയും ഒക്കെ എന്ത് ചെയ്യും, അത് അഫക്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ വരുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ലൈക്ലി ടു ബി ഇൻഡസീവ് ആൻഡ് ഹൈലി കോഷ്യസ് ബിഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ എ കൺട്രി ദാറ്റ് ഹാസ് ഹൈ എക്സ്ചേഞ്ച് വോളട്ടിലിറ്റി. ഓക്കെ, പിന്നെ ഒരു എന്താ പറയാ, ഒരു കറൻസിയിൽ ഉണ്ടാകുന്ന അപ്രീസിയേഷനും ഒരു സ്ട്രോങ് കറൻസി മേക്സ് ദ ഡൊമസ്റ്റിക് കറൻസി മോർ വാല്യുബിൾ. ഒരു സ്ട്രോങ് കറൻസി ആണെന്നുണ്ടെങ്കിൽ അത് ഡൊമസ്റ്റിക് കറൻസിയെ കൂടുതൽ വാല്യുബിൾ ആക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ വാല്യുബിൾ ആക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ എക്സ്ചേഞ്ച്ഡ് ഫോർ എ ലാർജർ എമൗണ്ട് ഓഫ് ഫോറിൻ കറൻസി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഫോറിൻ കറൻസിയിലേക്ക് കൂടുതൽ എമൗണ്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനും സാധിക്കും. അപ്പൊ അപ്രീസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫോളോയിങ് കോൺസിക്വൻസ് റിയൽ എക്കോണമിയിൽ അപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറയാനുണ്ട്, അപ്പോ
നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിപ്രീസിയേഷന്റെ വാല്യൂവിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലെ. ഇനി നമ്മൾ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഹെൽപ്ഫുൾ ആവും എന്നുള്ളതാണ് പറയുന്നത്. കറൻസി റേസസ് പ്രൈസ് ഓഫ് എക്സ്പോർട്ടേഴ്സ് ആൻഡ് ദെർഫോർ ക്വാണ്ടിറ്റി ഓഫ് എക്സ്പോർട്ടർ വുഡ് ഫോൾ. അപ്രീസിയേഷൻ ഓഫ് കറൻസി കൊണ്ട് എക്സ്പോർട്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വർദ്ധിക്കുന്നു, ക്വാണ്ടിറ്റി ഓഫ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, കുറയുന്നു. കാരണം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പ്രൈസ് കൂടുകയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പോർട്ട് നമ്മൾ കുറയ്ക്കും. ഇമ്പോർട്ട് ബിക്കം ചീപ്പർ. ഇമ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചീപ്പർ ആയിട്ട് കിട്ടുന്നു. അപ്പൊ മേ എക്സ്പെക്ട് ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഇമ്പോർട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ചീപ്പർ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഇമ്പോർട്ട് ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. ദീസ് ടു എഫക്ട് ടുഗെദർ ഡൊമസ്റ്റിക് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോൾസ്. അപ്പൊ ഈ രണ്ട് എഫക്റ്റ് കൊണ്ട് ഡൊമസ്റ്റിക് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് കുറയുകയും എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ഇമ്പാക്റ്റഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്കം ഓഫ് അപ്രീസിയേഷൻ ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റേജ് ഓഫ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിന്റെ സ്റ്റേജിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്രീസിയേഷൻ തന്നെയാണ്. ഇഫ് അപ്രീസിയേഷൻ സെറ്റ് ഡ്യൂറിങ് റിസഷണറി ഫേസിൽ നമ്മൾ ഈ ഒരു അപ്രീസിയേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുന്നു, ഹയർ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോ എക്കണോമി ഫേസ് ചെയ്യുന്നത് ഒരു ബൂമിലേക്കായിരിക്കും പോകും. അപ്പൊ ഡൊമസ്റ്റിക് കറൻസിയുടെ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇൻഫ്ലേഷണറി പ്രഷേഴ്സിനെ കുറച്ചു കൊണ്ടുവരാനും എക്കണോമിയുടെ റേറ്റ് ഓഫ് ഗ്രോത്ത് സോഫ്റ്റൻ ആക്കാനും എന്ത് ചെയ്യും, സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഇപ്പോ അപ്രീസിയേഷൻ കാരണം ഇൻഫ്ലേഷന്റെ ലെവല് നമുക്ക് റിഡക്ഷൻ ചെയ്യാൻ സാധിക്കും. കാരണം ഇമ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ചീപ്പർ ആയിട്ടായിരിക്കും അപ്രീസിയേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇമ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ചീപ്പർ ആയിരിക്കും, കാരണം ഇമ്പോർട്ടിന്റെ റേറ്റ് കുറവാണ്. എന്നാൽ എക്സ്പോർട്ട് ഐറ്റംസിന് കൂടുതൽ റേറ്റ് ഉണ്ടാവുകൊണ്ട് നമ്മൾ എക്സ്പോർട്ട് വളരെയധികം കുറയ്ക്കും. ഇമ്പോർട്ട് ക്യാപിറ്റൽസിന് ലോവർ ആയതുകൊണ്ട് എന്ത് ചെയ്യും, കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. പക്ഷെ കമ്പോണൻസ് ഓഫ് റോ മെറ്റീരിയൽ ലീഡ് ടു ഡിക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. റോ മെറ്റീരിയൽസും അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ പ്രൈസും കുറയും. അഡീഷണലി ഡിക്രീസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്, ലോവർ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. Then living standard of people likely to improve availability of cheaper consumer goods. Then അടുത്തത് പറയുന്നത് വിത്ത് ഇൻക്രീസിങ് എക്സ്പോർട്ട് പ്രൈസസ്. എക്സ്പോർട്ട് പ്രൈസസ് എന്ന് പറയുന്നത് വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് കോമ്പറ്റീറ്റീവ്നെസ്സും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ഈസ് അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ആൻഡ് ദെർഫോർ ഫേംസ് ഹാവ് ഗ്രേറ്റർ ഇൻസെന്റീവ് ടു ഇൻട്രൊഡ്യൂസ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്. അപ്പൊ നമുക്ക് ഈ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഗ്രേറ്റർ ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എക്സ്പോർട്ട് പ്രൈസിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കൂടും. അപ്പൊ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയിലെ കോമ്പറ്റീറ്റീവ്സും എന്ത് ചെയ്യും, കൂടും. അത് വളരെ അഡ്വേഴ്സലി എന്ത് ചെയ്യുന്നു, ഇഫക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്റ്റുകളായിരിക്കും കൂടുതൽ എന്ത് ചെയ്യുന്നത്, കോമ്പറ്റ് ചെയ്യുന്നുണ്ടാവും. ഇമ്പോർട്ട് ആൻഡ് ഡിക്ലൈനിങ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇൻക്രീസ് ചെയ്യുന്നു, എക്സ്പോർട്ട് ഡിക്ലൈൻ ചെയ്യുന്നു. കാരണം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, കറണ്ട് അക്കൗണ്ട് വേഴ്സൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം അപ്രീസിയേഷൻ ഉണ്ടാവുമ്പോൾ കറണ്ട് അക്കൗണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിനാണ്. അപ്പൊ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് ഇമ്പോർട്ടിന് ഉണ്ടാവുന്നത്. എക്സ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് അക്കൗണ്ട് പൊസിഷനിൽ ഇംപ്രൂവ്മെന്റും എന്ത് ചെയ്യുന്നു, കാണിക്കുന്നു. അപ്പൊ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഹയർ പ്രൈസ് ആയിരിക്കും. അതേപോലെ തന്നെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കുറയും. അപ്പോ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കുറയും. ഇത് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ബാലൻസിനെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും കറൻസി അപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതില് ഏറ്റവും പ്രധാനമായിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാ വരുന്നത് എന്നുള്ളത് നോക്കാം. ഇനി നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മൾട്ടിപ്പിൾ ചോയ്സിൽ. ഒന്ന്, ബേസ്ഡ് ഓൺ ദ സപ്ലൈ ആൻഡ് ഡിമാൻഡ് മോഡൽ ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ought to cause ഡൊമസ്റ്റിക് കറൻസി ഓഫ് കൺട്രി എക്സ് ടു അപ്രീഷിയേറ്റ് അഗെയിൻസ്റ്റ് ഡോളർ. ഓക്കെ, അപ്പോ അതിൽ പ്രധാനമായിട്ടും പറയുന്നത്
ഇപ്പോ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അല്ലെ, മോഡൽ ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ അതില് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം എന്താണ്, an increase in remittance from the employees who are employed abroad their families in the home country അല്ലെ. അതാണ് എന്ത് ചെയ്യുന്നത് ആൻസർ വരുന്നത് കേട്ടോ. 1 B ആണ് ആൻസർ വരുന്നത്. രണ്ടാമത്തത് all else equal, which of the following is true if consumers of India develop taste for imported commodity and decided to buy more from the US. ഓക്കെ, അപ്പോ അതിൽ നമുക്ക് പറയണത് എന്താ, ഡിമാൻഡ് കർവ് ഫോർ ഡോളേഴ്സ് ഷിഫ്റ്റ് ടു ദ റൈറ്റ് ആൻഡ് ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് അല്ലെ. അതായതുകൊണ്ട് ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കൺസ്യൂമേഴ്സ് ഇന്ത്യ ഡെവലപ്പ് ടേസ്റ്റ് ഫോർ ഇമ്പോർട്ടഡ് കമ്മോഡിറ്റീസും അതേപോലെ തന്നെ കൂടുതൽ US എന്ത് ചെയ്യുന്നത് വാങ്ങിക്കാനായിട്ട് എന്ത് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് പറയണത് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ യൂണിറ്റ് ഓഫ് വൺ കറൻസി പെർ യൂണിറ്റ് ഓഫ് അതർ കറൻസി. ഓക്കെ, അപ്പോ അതില് എന്താണ്, എ റിയൽ എക്സ്ചേഞ്ച് റേറ്റ് അഡ്ജസ്റ്റ് ദിസ് ഫോർ ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ. ദിസ് സ്റ്റേറ്റ്മെന്റ് ആർ, ഈ ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വോളി കറക്റ്റ് ആണോ, പാർഷ്യലി കറക്റ്റ് ആണോ, വോളി ഇൻകറക്റ്റ് ആണോ, നൺ ഓഫ് ദി എബവ് ആണോ. അപ്പൊ നമുക്ക് ആ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ആൻസർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, വോളി കറക്റ്റ് ആണ് കേട്ടോ. ദെൻ നാലാമത്തെ മാച്ച് ദ ഫോളോയിങ് ബൈ ചൂസിങ് ദ ടേം വിച്ച് ഹാസ് ദ സെയിം മീനിങ്. സെയിം മീനിങ്ങുമായിട്ട് വരുന്ന രണ്ടാമത്തേൽ വരുന്നത് ഏതാണോ അതുമായിട്ട് എന്ത് ചെയ്യുക, മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ഏതാണ്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് അല്ലെ. അപ്പൊ ഈ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഏതുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ അത് ഏതുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്, നമുക്കറിയാം ഏതാണ്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നതും എന്താണ്, അതേപോലെ തന്നെ ഏതാണ് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, ഓക്കെ, ഇതില് ചെറിയൊരു കൺഫ്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഇതിലെ നമ്പേഴ്സ് ഇട്ടതില് കുറച്ച് സ്പെല്ലിങ് എന്താ പറയാ തെറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാച്ച് ദ ഫോളോയിങ്, കറക്റ്റ് ആൻസർ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് A ആണോ B ആണോ C ആണോ D ആണോ എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഓരോന്നിന്റെയും ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിന്റെ സെയിം മീനിങ് വരുന്നത്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ സെയിം മീനിങ് ഏതാ വരുന്നത്, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആണ് വരുന്നത് അല്ലെ. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് വരുന്നു. ദെൻ അടുത്തത് പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് അല്ലെ. പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം എന്താണ്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളതാണ്. പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് വരുന്നത്. പിന്നെ ഡീവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, കറൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, കുറയാണ് അല്ലെ. അതായത് ഡീവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിപ്രീസിയേഷൻ ആണ് അല്ലെ. ഡീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ, അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റീവാലുവേഷൻ അല്ലെ. അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, റീവാലുവേഷൻ. അപ്പൊ ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. അപ്പോ 1 C അല്ലെ, 1 C. ദെൻ 2, ഇതിനെ 2 കണക്കാക്കാം. 2 എന്താണ്, ഇവിടെ ആൻസർ എന്താ പറയാ കറക്റ്റ് ആയിട്ട് കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് ഇതിലൊരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആൻസർ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിന്റെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റിന്റെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, ഡീവാലുവേഷന്റെ ഡിപ്രീസിയേഷൻ, അപ്രീസിയേഷന്റെ റീവാലുവേഷൻ. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ
കറക്റ്റ് ആൻസർ അല്ലെ. അപ്പൊ ഓരോ എന്ത് ചെയ്യാം, വായിച്ചു നോക്കാം. ആദ്യത്തേത് കൊടുത്തിരിക്കുന്നത് indirect quota is the number of unit of local currency exchangeable for 1 unit of a foreign currency. Then രണ്ടാമത്തത് the fixed exchange regime is said to be efficient and highly transparent. A direct quote is the number of unit of a local currency exchangeable for 1 unit of a foreign currency. Then exchange rate are generally fixed by the central bank of the country. ഓക്കെ, അപ്പൊ ഈ ഒരു 5 എണ്ണത്തില് ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ്? എ ഡയറക്റ്റ് കോട്ട ഈസ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ലോക്കൽ കറൻസി എക്സ്ചേഞ്ചബിൾ ഫോർ 1 യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി. സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ദെൻ ആറാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ട്രൂ? ഇതിൽ ഏതാണ് ട്രൂ? ഒന്ന്, ഹോം കറൻസി അപ്രീസിയേഷൻ ഓഫ് ഫോറിൻ കറൻസി ഡിപ്രീസിയേഷൻ ടേക്ക് പ്ലേസ് വെൻ ദർ ഇസ് എ ഡിക്രീസ് ഇൻ ദ ഹോം കറൻസി പ്രൈസ് ഓഫ് foreign currency. Then B, home currency depreciation take place when there is an increase in the home currency price of the foreign currency. Then foreign currency depreciation is the same as foreign currency appreciation and implies that the home currency has become relatively less valuable and all of the above. അല്ലെ, അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? അപ്പൊ എല്ലാം നോക്കി കഴിഞ്ഞാൽ എല്ലാതും ഒരേപോലെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് all of the above എന്നുള്ള ആൻസർ കൊടുക്കാവുന്നതാണ്. Then ഏഴാമത്തത് an increase in the supply of foreign exchange. ഫോറിൻ എക്സ്ചേഞ്ച് സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്തായിരിക്കും ചെയ്യുക? ഷിഫ്റ്റ് ഇൻ ദ സപ്ലൈ കർവ് ടു ദ റൈറ്റ് ആൻഡ് കോൺസിക്വൻസ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഡിക്ലൈൻസ്. ഓക്കെ, ദെൻ എട്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസി ഡീവാലുവേഷൻ. കറൻസി ഡീവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറൻസി ഡീവാലുവേഷൻ മേ അറൈസ് എക്സ്പോർട്ട് പ്രൈസസ് and increases the international competitiveness of domestic industries. Okay, currency devaluation B ആണ് ആൻസർ വരുന്നത് കേട്ടോ. Then 9th one, at any point of time all market attempt to have same exchange rate for a given currency due to. Okay, ഏതാണ് ആൻസർ വരുന്നത്? അതാണ് ആർബിട്രേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആർബിട്രേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ആൾ മാർക്കറ്റ് ടെൻഡ് ടു ഹാവ് സെയിം എക്സ്ചേഞ്ച് റേറ്റ് ഫോർ എ ഗിവൺ കറൻസി ഡ്യൂ ടു ആർബിട്രേജ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 10th വൺ വെഹിക്കിൾ കറൻസി. വെഹിക്കിൾ കറൻസി എന്ന് എന്തിനാ പറയാ എന്നുള്ളത് അല്ലെ. വെഹിക്കിൾ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ കറൻസി ദാറ്റ് വൈഡ്ലി യൂസ്ഡ് ടു എന്താണ് denominate international contract made by parties even where there is not a national currency of either of the parties. ഓക്കെ, അതായത് വെഹിക്കിൾ കറൻസി എന്നുള്ളതിന്റെ ആൻസർ എന്താ വരുന്നത്? ഡി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്.